ഞാനാകെ ഒരു 4 ട്രേഡ് എടുത്തിട്ടുള്ളൂ. 4 ട്രേഡ് എടുത്ത് $6. അപ്പോൾ ഓക്കെ 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 ഓക്കെ. ഇനി വേറെ ഇനി മക്സൂദ് എടുത്തിട്ടില്ല, ട്രേഡ് എടുത്തിട്ടില്ല. ഇല്ല ഒക്കെ സെറ്റാക്കി വെച്ചു. പക്ഷെ കുറച്ചുകൂടി ഫണ്ടും കൂടി അറേഞ്ച് ചെയ്തു. ഫണ്ടിന്റെ കാര്യം പറയാം, അതും കൂടി പറയാൻ വേണ്ടി ഞാൻ വെച്ചിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ആരെങ്കിലും ആൾ എൻ്റെ ഇത്ര ഫണ്ടുള്ളൂ എന്ന് പറയണമെങ്കിൽ ധൈര്യമായിട്ട് പറയാം. പിന്നെ എന്നോട് പറഞ്ഞ രഹസ്യം ഞാൻ മറ്റൊരാളോട് പറയാത്തതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ക്ലാസ് വെച്ചത് തന്നെ അതുകൊണ്ടാണ്. ഇത് ആക്ച്വലി ഇന്നിപ്പോൾ വേണമെങ്കിൽ നമുക്കിപ്പോൾ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം, ഒരു ഫ്രൈഡേ അല്ലേ, ഈ സമയത്ത് വേണമെങ്കിൽ ചെയ്യാം. വേണ്ടാന്ന് വെച്ചെടുത്തതിൽ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 കാര്യങ്ങളാണ് മെയിനായിട്ട് നോക്കുന്നത്. 3 കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ, ഇതുവരെ എടുത്ത ട്രേഡിൽ നമുക്ക് സംഭവിച്ചിരിക്കുന്നത് 9 ലോസാണ്. 9 ലോസാണ് സംഭവിച്ചിരിക്കുന്നത്. ഫുള്ളെടുത്തതിൽ 4 വിന്നുമാണ്. ഓക്കെ, 9 ലോസും 4 വിന്നുമാണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നത്. ആക്ച്വലി നമ്മൾ 0.1 എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോഴും ഇതിലിരിക്കുന്ന ആരും ലോസ് ആവില്ലായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? 0 നമ്മൾ ആദ്യത്തെ 4 ട്രേഡ് 0.01 എടുത്തു. ആദ്യത്തെ 4 ട്രേഡ് നമ്മൾ 0.01 എടുത്തു. ആ 4 സക്സസ് ആയില്ലെന്ന് വെച്ചാൽ ഒരെണ്ണം എക്സിറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അത് എക്സിറ്റ് ചെയ്യുന്ന വെച്ചാൽ കിട്ടുന്ന പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്യാൻ പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ നൈറ്റിലായതുകൊണ്ട് കിട്ടുന്ന പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ 1:2 എടുക്കുകയാണെങ്കിൽ പോലും ഇപ്പോൾ ഈ 9 ട്രേഡ് ഉണ്ടല്ലോ, 9 ട്രേഡ് എടുത്ത 9 ട്രേഡിൽ 9 ട്രേഡ് ലോസ് ആണെങ്കിലും നമ്മളിപ്പോൾ ഈ കിട്ടിയ 4 ട്രേഡ് വെച്ചിട്ട് നമ്മളിപ്പോൾ എന്തായനെ പ്രോഫിറ്റ് ആയനെ. അതിൽ കൃത്യമായിട്ട്, കാരണം ഇതിലിപ്പോൾ ആരും എടുത്ത ആളുകൾ ബാസിലിനെ അറിയാം. ബാസിൽ അവിടെ അവൈലബിൾ ആണോ? സ്ക്രീൻ കാണില്ലെങ്കിൽ മൊബൈൽ ഇതാക്ക്, ഇത് എന്താ മൊബൈലൊന്ന് ഒരു എക്സിറ്റ് ചെയ്തിട്ട് പോവാം. എക്സിറ്റ് ചെയ്തിട്ട് പോവാം. ചാനൽ എക്സിറ്റ് ചെയ്ത് ബാസിൽ അവൈലബിൾ ആണോ? തിരക്കിലാണോ? ഓക്കെ. അപ്പോൾ കാസ്റ്റിംഗ് മുഴുവൻ ട്രേഡ് എടുത്ത ആളുകളില്ല ഇതിൽ, അതാണ് വേറെ പ്രശ്നം. മുഴുവൻ ട്രേഡ് എടുത്ത ആളുകളുണ്ടെങ്കിൽ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഉള്ളതിൽ വാസിലാണ് എടുത്തത് മുഴുവൻ ട്രേഡ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ പറ്റിയത് നമുക്ക് പറ്റിയൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, മക്സൂദ് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 4 ട്രേഡ് ആക്ച്വലി 4 ട്രേഡ് മതി നമുക്ക് വിന്നാവാൻ. ഐ മീൻ ഇപ്പോഴും 4 ട്രേഡ് നമ്മൾ 0.1 എടുക്കുകയാണെങ്കിൽ 0.1 നമ്മൾ എല്ലാ ട്രേഡും എടുത്തിരുന്നത്. 13 ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഇപ്പോഴും നമ്മൾ പ്രോഫിറ്റിലായനെ. നമ്മൾ അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 0.2 എടുത്തു. പിന്നെ അതുകൂടാണ്ട് 0.5 എടുത്തു. അപ്പോൾ അത് പക്ഷേ ഇത് റിസ്ക് മാനേജ് ചെയ്തിട്ട് എടുത്തത്. 0.5 എന്ന് വെച്ചാൽ റിസ്ക് മാനേജ് ചെയ്തിട്ട് എടുത്തത്. കാരണം ചെറിയ സ്റ്റോപ്പ് ലോസ് ആയിട്ടാണ് എടുത്തത്. പക്ഷെ അവിടെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എടുത്ത സ്റ്റോപ്പ് ലോസ് 2 ആയിരുന്നു. ഐ മീൻ 2 പിപ്പ് സ്റ്റോപ്പ് ലോസ് ആയിരുന്നു. 2.3 അങ്ങോട്ടായിരുന്നു നമ്മൾ എടുത്ത സ്റ്റോപ്പ് ലോസ്. പക്ഷെ അവിടെ ഒരു പ്രശ്നം വന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2.3ക്ക് പ്രശ്നം വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പ്രെഡ് ഉണ്ടല്ലോ നിങ്ങൾക്ക്, ഇല്ലേ? സ്പ്രെഡ് ഉണ്ട് അല്ലേ? ഡിഫറൻസ് അല്ലേ? സ്പ്രെഡ് ഉണ്ട്. അപ്പോൾ 2.3 എന്ന് പറയുമ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഇതിനെടുത്തിരുന്ന യൂറോ USD ആണ് 2.3ക്ക് എടുത്തത്. അപ്പോൾ 2.3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോ USDന്റെ സ്പ്രെഡ് 1.4 ആണ്. എന്ന് വെച്ചാൽ 1.4 ആണ്. അപ്പോൾ 2.3 ന്ന് 1.4 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടുക നമുക്ക്? 1.4 കുറച്ച് എത്ര കിട്ടുക? 2.3 0.9 കിട്ടുള്ളൂ. 0.9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു ഇതാണ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടാണ് നമ്മൾ ഈ 5 എടുത്തത്. ഐ മീൻ ഈ 5 എടുത്തത് 0.9 വെച്ചിട്ട് 0.9 ആയപ്പോഴത്തേനും അടിച്ചു. ഐ മീൻ എന്തടിച്ചു? സ്റ്റോപ്പ് ലോസ് അടിച്ചു. പക്ഷേ ആക്ച്വലി നിങ്ങൾക്ക് എത്ര നഷ്ടം വരും? 2.3 നഷ്ടം വരും. കാരണം 1.4 സ്പ്രെഡും കൂടി ഉണ്ടല്ലോ. ആക്ച്വലി 2.3 നഷ്ടം വരും. അപ്പോൾ ഒരു ട്രേഡ് നമുക്ക് സംഭവിച്ചിരിക്കുന്നത് അതായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? അതെല്ലാം മനസ്സിലാകുന്നുണ്ടോ? ശരിക്കും മനസ്സിലാകുന്നുണ്ടോ? ഇതൊക്കെ കണക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾ കുറേ ആൾക്കാരുണ്ട് ഇവിടെ. ഞാൻ എല്ലാവരോടും കൂടി ഞാൻ പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് അനാലിസിസ് ചെയ്യുക. നമ്മൾ എവിടെയാണ് നഷ്ടം സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ അനാലിസിസ് ചെയ്യുക ഇങ്ങനെയാണ്. ഓക്കെ, മനസ്സിലായത്? പറഞ്ഞെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സംഭവിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റിസ്ക് മാനേജ്മെന്റ് ചെയ്തിട്ടൊക്കെയാണ് ചെയ്തത്. പക്ഷെ നമുക്ക് ആ എടുത്ത 3 ട്രേഡ് 0.02 എടുത്ത 2 ട്രേഡും 0.02 എടുത്ത 3 ട്രേഡും അതുപോലെ തന്നെ 0.5 എടുത്ത 3 ട്രേഡും നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മോശമില്ലാതെ നഷ്ടം സംഭവിച്ചു നമുക്ക്. മനസ്സിലാവുന്നുണ്ടോ? മോശമില്ലാതെ ഒരു നഷ്ടം സംഭവിച്ചു.
പക്ഷേ ഇത് നമുക്ക് 0.1 ഇപ്പോൾ നമ്മൾ 13 ട്രേഡ് എടുത്തുന്നുണ്ടെങ്കിൽ 13 ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഇപ്പോഴും ലാഭത്തിലായനെ. എന്തുകൊണ്ടാണ് ലാഭത്തിലെന്ന് പറഞ്ഞത്? കാരണം ആദ്യം എടുത്ത 4 ട്രേഡും എന്തായിരുന്നു പ്രോഫിറ്റ്? $4 $3 ഒക്കെ വെച്ചിട്ടല്ലേ കിട്ടിയത് 0.01 അല്ലേ അല്ലേ? ഓർക്കുന്നുണ്ടോ? ആദ്യം എടുത്ത ആളുകളില്ല ഇവിടെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് 4 ട്രേഡും ആദ്യം എടുത്ത 4 ട്രേഡിലും കിട്ടിയിരിക്കുന്നത് 4 3 കിട്ടിയിരുന്നത്. അപ്പോൾ 4 3 കിട്ടുന്ന സമയത്ത് ആദ്യത്തെ 4 ട്രേഡിൽ തന്നെ ഏകദേശം $9 ഇവിടെ കിട്ടിയ ആളുകളുണ്ട്. എനിക്ക് തോന്നുന്നു എടുത്ത ആളുകൾക്ക് കൃത്യമായിട്ട് നോക്കി കഴിഞ്ഞാൽ അറിയാം. 9 ട്രേഡോളം എടുത്തുണ്ട്. പക്ഷെ പിന്നെടുത്ത 9 ട്രേഡിലും നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 നമുക്ക് പ്രോഫിറ്റ് കിട്ടിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മൾ 0.02 കയറി. 0.02 കയറിയത് അത് സ്റ്റോപ്പ് ലോസ് അടിച്ചും ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു? അപ്പോഴാണ് ഇപ്പോൾ നഷ്ടത്തിൽ വന്നിരിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ എത്ര? ഷെരീഫിന് എത്ര പറഞ്ഞു? $9, $8. $6. 4 ട്രേഡ് എടുത്തു. ഷെരീഫൊക്കെ എടുത്ത എല്ലാം നഷ്ടത്തിലായിരുന്നു. ഷെരീഫ് എടുത്ത എല്ലാം കാരണം എന്ന് വെച്ചാൽ ഡിലേ ആയിട്ട് തുടങ്ങിയ എല്ലാവർക്കും നഷ്ടത്തിലായിരുന്നു. അപ്പോൾ പക്ഷേ ഏറ്റവും കൂടുതൽ നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് $12. $12 എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് $12 എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഇന്ത്യൻ മണിക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം 1000 രൂപയായി. 1000 രൂപ നമ്മൾ കളഞ്ഞത് എത്ര ദിവസം കണ്ടാൽ നോക്കുക. 5 ദിവസത്തെ ട്രേഡ് 13 ട്രേഡിലാണ് നമ്മൾ കളഞ്ഞിരിക്കുന്നത്. എത്ര ട്രേഡിൽ? 13 ട്രേഡിലാണ് നമ്മൾ കളഞ്ഞിരിക്കുന്നത് 1000 രൂപ. നിങ്ങൾ ഇതിപ്പോൾ സ്വന്തമായിട്ട് ചെയ്ത ആളുകൾ ബാസിലുണ്ടെന്ന് എനിക്കറിയാം. മിഗ്ദാദ് ഉണ്ട് ചെയ്യണമെന്ന് എനിക്കറിയാം. ഈ 1000 രൂപ നിങ്ങളാണെങ്കിൽ $10-12 എത്ര ദിവസം കൊണ്ട് കളയും? എത്ര മിനിറ്റ് കൊണ്ട് കളയും മിഗ്ദാദ്? മിനിറ്റ് കൊണ്ട് കളയും. അപ്പോൾ നിങ്ങൾക്കുള്ള ഇമ്പ്രൂവ്മെന്റ് ഞാൻ പറയുന്നത്, ഞാൻ ഈ കണക്ക് പറഞ്ഞത് ഇമ്പ്രൂവ്മെന്റ് പറയുന്നത് ചിലപ്പോൾ ട്രേഡിങ്ങിൽ സക്സസ് ആയിരിക്കില്ല ഇമ്പ്രൂവ്മെന്റ് എന്ന് വെച്ചാൽ പ്രോഫിറ്റ് ആയിരിക്കില്ല നിങ്ങൾ ഇമ്പ്രൂവ്മെന്റ്. അല്ലല്ലോ? ആണോ? ഇമ്പ്രൂവ്മെന്റ് $12 1000 രൂപ പോയെങ്കിലും ഈ 1000 രൂപ വലിയ പൈസ ഉള്ള ആളുകളുണ്ട് എനിക്കറിയാം. ഇവിടെ $10 ഇട്ട് $15 ഒക്കെ ഇടാൻ കഴിവുള്ള ആളുകളുള്ളൂ എന്നും എനിക്കറിയാം. ചില ആളുകളുണ്ടെന്ന് എനിക്കറിയാം. അവരെ സംബന്ധിച്ച് വലിയ ഡോളർ ഇതായിരിക്കും. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ട്രേഡിങ്ങിന്റെ ഏറ്റവും ആദ്യ പടിയായ ക്ഷമ പഠിച്ചു നിങ്ങൾ, അല്ലേ? അതെ, ക്ഷമ പഠിച്ചിട്ടുണ്ട്. അത് പക്ഷേ നിങ്ങൾ എന്താ പറയാ, ഏത് യൂട്യൂബ് ചാനലോ എത്ര വലിയ കാര്യങ്ങളോ ഇവിടെ ചെന്ന് ഒരാൾ എടുത്ത് ചെന്നിരുന്ന് പഠിച്ചാൽ നിങ്ങൾ പഠിക്കായിരിക്കും. അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ വേറെ ഇതിലൊക്കെ പോയി ഇരുന്ന് പഠിച്ചായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒരിക്കലും ഈ സംഭവം കിട്ടില്ല, അല്ലേ? ഒരിക്കലും കിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് തന്നെ ഇത് മുന്നേ ട്രേഡ് ചെയ്ത് ലോസ് ആയ ആളുകൾക്ക് തന്നെ ഒരു അത്ഭുതം, തിരിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു അത്ഭുതം ഉണ്ടാകും. കാരണം മുന്നേ ചെയ്ത ആളുകൾക്ക് ലോസ് ആയി. ബാസിൽ എനിക്ക് തോന്നുന്നു ഫ്രീ അല്ല, അതുകൊണ്ട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ബാസിൽ സംസാരിച്ചത്. കാരണം എന്താ വെച്ചാൽ മുന്നേ ഇത് ഈ $12 ഒക്കെ നിങ്ങൾക്ക് മിനിറ്റുകൾ കൊണ്ട് കളഞ്ഞത് നമ്മളിപ്പോൾ ഒരാഴ്ചയോളം എത്തിയിട്ടുണ്ട്, അല്ലേ? പിന്നെ അത് മാത്രമല്ല, നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിൽ നമ്മൾ ഒരു 40 പിപ്പ് 35 പിപ്പ് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്, ട്രേഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു നല്ലൊരു സെറ്റപ്പ് കിട്ടിയെന്ന് വെച്ചാൽ നല്ലൊരു സെറ്റപ്പ് നമ്മൾ അനലൈസ് ചെയ്തിട്ടുള്ള എല്ലാ ഇതിലും വെച്ചിട്ട് നല്ലൊരു സെറ്റപ്പ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോഫിറ്റ് തിരിച്ചെടുക്കാവുന്നുള്ളൂ. ഈ ലോസ് തിരിച്ചെടുക്കാവുന്നുള്ളൂ. അതിനെന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്താ വേണ്ടത്? ആർക്കെങ്കിലും അറിയോ എന്താ വേണ്ടത്? ഇത് വേണം. എന്ത് വേണം? ക്യാപിറ്റൽ വേണം. ഇതുവരെ ആർക്കെങ്കിലും ക്യാപിറ്റൽ വാഷ് ഔട്ട് ആയിട്ടുണ്ടോ? അതിൽ ആർക്കും ആയിട്ടില്ലല്ലോ. ചെറിയ എമൗണ്ട് ഇട്ട ആളുകൾ പോലും ക്യാപിറ്റൽ വാഷ് ഔട്ട് ആയിട്ടുണ്ടാവില്ല. ആയിട്ടുണ്ടോ? ഇല്ല. പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. പോസിറ്റീവ് സൈഡാണ് ഞാൻ പറയുന്നത്. പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. എന്ത് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്? നമുക്ക് എന്ത് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്? നല്ല രീതിയിൽ സെറ്റപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഇതുണ്ടല്ലോ, ഇത് നിങ്ങൾ 1-2 ആഴ്ച അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞ പോലെ ലൈവിൽ ഇരുന്ന് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഈ ഒരു മൈൻഡ് സെറ്റ് ഇങ്ങനെ ഇരുന്ന് മൈൻഡ് സെറ്റ് ഓട്ടോമാറ്റിക് നിങ്ങൾ ഇൻഡിവിജ്വലി എടുക്കുന്ന സമയത്ത് നിങ്ങൾ ആ സെറ്റപ്പിന് വേണ്ടിയിട്ട് എന്താ പറയുക, സെറ്റപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇരിക്കും. സെറ്റപ്പിന് വേണ്ടി ഇരിക്കും. മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? ലൈവിലില്ലാത്തോളം മനസ്സിലായെന്ന് എനിക്കറിയില്ല. ലൈവിൽ ഇരുന്ന ആളുകളോട് ഞാൻ സംസാരിക്കുന്നത്. കാരണം മിഗ്ദാദ് ഉണ്ടായിരുന്നു, ബാസിൽ ഉണ്ടായിരുന്നു, ഷെരീഫിനെ എനിക്കറിയില്ല എങ്ങനെയാണെന്നുള്ളൂ. ഷെരീഫിന് മനസ്സിലാവുന്നുണ്ടോ? ഷെരീഫ് മുന്നേ ചെയ്തിട്ടില്ല. ഞാൻ എല്ലാ ട്രേഡിലും പങ്കെടുത്തിട്ടുണ്ട്. ആ ട്രേഡ് എടുത്തിട്ടില്ല. ഷാനവാസ് എല്ലാ ട്രേഡിലും പങ്കെടുത്തിട്ടുണ്ടോ? എല്ലാ ട്രേഡും എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഷാനവാസ് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്ന വെച്ചാൽ ഞാൻ പറഞ്ഞതിന്റെ മീനിങ് മനസ്സിലായിട്ടുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കുക, എല്ലാ ട്രേഡും എടുത്ത ആളുകൾ ഇതിലില്ല. അതാണ് പ്രശ്നം. ജോബി ഭായി അങ്ങനെ 3-4 പേരുകളുണ്ട്. അപ്പോൾ അവരൊന്ന് എന്തായാലും ബാസിൽ വന്നു. സംസാരിക്കാം. അല്ല, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? കേൾക്കുന്നുണ്ട്. ഇപ്പൊ എത്രയാണ് ബാസിലിന്റെ ലോസ്? 10 സംതിങ് ഉണ്ട്. 10 സംതിങ്. ഞാനിപ്പോൾ അവിടെ ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ലോസ് വന്നിരിക്കുന്ന ഒരാൾ ബാസിൽ ലോസ് വന്നിട്ട് ബാസിലേക്കാളും ലോസ് ഉള്ളുണ്ട്. $15 ആയിരിക്കും മാക്സിമം വന്നിരിക്കുന്നത്.
$5 ആയിരിക്കും വന്നിരിക്കുന്നത്. പക്ഷെ $5 വന്ന ആ എടുത്ത വ്യക്തി, എനിക്ക് തന്നെ $5 വന്ന ആള് മറ്റേ ആഷിഫിനാന്ന് തോന്നുന്നു. ആഷിഫ് ഫസ്റ്റുള്ള ഇത് വിട്ടുപോയി. എന്ത് ഐ മീൻ ഫസ്റ്റ് 2 നല്ല ട്രേഡ് നമുക്ക് 4 പോയിന്റ് സംതിങ്ങും 3 പോയിന്റ് സംതിങ്ങും കിട്ടിയ 2 ട്രേഡ് ആഷിഫ് എടുത്തില്ല. ഏകദേശം $7 ആഷിഫ് ആ 2 ട്രേഡ് എടുക്കാണ്ട് വിട്ടുപോയി. അവൻ ഇതിലുണ്ടായിരുന്നു, ലൈവിലുണ്ടായിരുന്നു, വിട്ടുപോയി. അപ്പോൾ വിട്ടുപോയപ്പോൾ സംഭവിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ $9 പോയില്ലേ. പിന്നെ അപ്പോൾ ഈ $15 മുമ്പ് പോയിട്ടുണ്ടെങ്കിൽ അവന് $7 അല്ലെങ്കിൽ $8 ഒക്കെ ആയിരിക്കുള്ളൂ ലോസ് സംഭവിക്കുക. അപ്പോൾ ട്രേഡ് എടുക്കാണ്ട് പറ്റിയൊരു കാര്യമുണ്ട്. ഐ മീൻ അവൻ ലൈവിലുണ്ടായിട്ടും ട്രേഡ് എടുത്തില്ല. അപ്പോൾ അങ്ങനെ സംഭവിച്ചാണ്. പക്ഷേ നമ്മളിപ്പോൾ ക്യാപിറ്റലിൽ നോക്കുമ്പോൾ ഒരു $10 എന്നൊക്കെ പറയുമ്പോൾ ഒരു 10% അല്ലെങ്കിൽ അത്രയ്ക്ക് അടുത്ത് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ചില നല്ല ട്രേഡുകൾ മിസ്സൈൻ ചെയ്തു. രണ്ടാമത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് കൂട്ടിയെടുക്കാനും തുടങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പുതിയൊരു വീക്ക് പോകുമ്പോൾ എല്ലാവരോടും കൂടി പറയുന്നത്, പുതിയൊരു വീക്ക് പോകുമ്പോൾ നമ്മൾ മൈൻഡ് സെറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഇതുണ്ടാവും, ക്യാപിറ്റൽ ഉണ്ടാവും അല്ലേ? എല്ലായിടത്തും ക്യാപിറ്റൽ ഉണ്ടല്ലോ. ഇപ്പം ആർക്കും മാഷോട്ടായിട്ടില്ലല്ലോ. ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ആ ക്യാപിറ്റൽ ആണ് ഇനി ഈ ഒരാഴ്ച നിങ്ങൾക്ക് ചിലവായതും കിട്ടിയതും ഒക്കെ ചിലർക്ക് കിട്ടിയിട്ടുണ്ടാവും. ആഷിം ഇപ്പോഴും പ്രോഫിറ്റിൽ തന്നെയല്ലേ? ആഷിം, എനിക്ക് തോന്നുന്നു ആഷിം മാത്രമാണ് ഇപ്പോൾ പ്രോഫിറ്റിൽ. ആഷിം 1-2 പേരുണ്ട്. ആഷിം പ്രോഫിറ്റിൽ തന്നെയല്ലേ ഇപ്പോഴും? അതോ ഇത് പോയാ? ഇല്ല, പ്രോഫിറ്റിലാണ്. അപ്പോൾ ബാക്കി പ്രോഫിറ്റിലല്ലാത്ത ആളുകളോട് ഞാൻ പറയാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരാഴ്ചത്തെ പൈസ നിങ്ങളുടെ അടുത്ത് $1000 അല്ലെങ്കിൽ $1500 കൂട്ടിക്കോ, $1500 നിങ്ങളുടെ അടുത്ത് എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇനി പുതിയത് എന്താണോ അതാണ് നിങ്ങളുടെ ക്യാപിറ്റൽ. മനസ്സിലാവുന്നുണ്ടോ? ബാസിൽ മനസ്സിലാവുന്നുണ്ടോ? ആഷിം മനസ്സിലാവുന്നുണ്ടോ? ഒരാൾ പ്രോഫിറ്റിലും ഒരാൾ ലോസിലുള്ള ആളുകളോട് ഞാൻ ചോദിക്കുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ആഴ്ച മുതലാണ് ട്രേഡിംഗ് തുടങ്ങുന്നത് എന്നങ്ങോട്ട് മനസ്സിൽ സങ്കല്പിക്കാം. എല്ലാവരും കൂടി ഒരു സങ്കല്പിക്കാം. കാരണം പോയത് പോയി. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ അതിലേക്ക് തിരിയും തോറും നമുക്ക് 2 കാര്യങ്ങളുണ്ട്. ഒന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈൻഡ് എന്താണ്ടാവുക? മൈൻഡ് എന്തുണ്ടാവും? പോയത് പിടിക്കാനുള്ള ഒരു തോന്നലോ പോയത് പിടിക്കാനുള്ള ഒന്നുണ്ടാവും. ആദ്യം എന്ന് വെച്ചാൽ നമുക്ക് ഡിസ്റ്റർബൻസ് ആവും, ഭയങ്കര ഡിസ്റ്റർബൻസ് ആവും. നമ്മൾ ഫെയിലർ ആവല്ലേ എന്നുള്ളതാണ്. ഡിസ്റ്റർബൻസ് ആവും. ആക്ച്വലി നമ്മൾ ഫെയിലർ ആയത് എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മണി മാനേജ്മെന്റ് നമ്മൾ പറഞ്ഞിട്ടും ആ ഒരു ദിവസത്തെ 4 ട്രേഡിലാണ് നമ്മൾ വലിയ ലോട്ടെല്ലാം എടുത്തത്. ഒരു ലോട്ട് കൂടുതലാണ്, 0.02 ആണ് കൂടുതൽ എടുത്തത്, അല്ല 0.01 ആണ് കൂടുതൽ എടുത്തത്, 2ലേക്ക് മാറ്റി. എന്നിട്ടും വന്ന ട്രേഡുകൾ മുഴുവൻ ഓപ്പോസിറ്റ് വന്നപ്പോൾ നമുക്കന്ന് കിട്ടിയത് മുഴുവൻ പോയി. അതാണ് അന്ന് സംഭവിച്ചത്. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിങ്കളാഴ്ച മുതൽ എത്ര ഉണ്ടോ നിങ്ങളുടെ അടുത്ത് അതാണ് നിങ്ങളുടെ ക്യാപിറ്റൽ. എല്ലാവർക്കും മനസ്സിലായോ? പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇനി കുറച്ച് ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി ചുരുങ്ങിയത് ഒരു 10 ട്രേഡെങ്കിലും 0.01 എന്തായിരിക്കണം? പ്രോഫിറ്റ് ആയിരിക്കണം. മനസ്സിലായോ? 10 ട്രേഡെങ്കിലും 0.01 പ്രോഫിറ്റ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ 0.02 കുറിച്ചിട്ട് ചിന്തിക്കുള്ളൂ. അത് 10 എന്നുള്ള വേണമെങ്കിൽ 5 കൂടി കൂട്ടാം. നമുക്ക് സിറ്റുവേഷൻ നോക്കിയിട്ട് 10 കൂടി 5 കൂട്ടാം. മനസ്സിലാവുന്നുണ്ടോ? മക്സൂദ് മനസ്സിലാവുന്നുണ്ടോ? എല്ലാവർക്കും മനസ്സിലാവും? ആഷിമിന് മനസ്സിലാവുന്നുണ്ടോ? ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 കാര്യമുണ്ട്. ഒന്ന്, നമ്മുടെ അടുത്ത് ലോസ് വന്നു ഇല്ലേ? ലോസ് വന്നു. ഓക്കെ, ലോസ് വരുമ്പോൾ യൂഷ്വലി നമ്മളെല്ലാവരും എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലോസ് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് കൺട്രോൾ ഇല്ലാത്ത രീതിയിൽ ലോട്ട് കൂട്ടിയിട്ട് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കൂടുതലിടും. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മൂന്നാമത്തെ ദിവസം സംഭവിച്ച പോലെ നമ്മൾ മൂന്നാമത്തെ ദിവസം പ്രോഫിറ്റ് ഉണ്ടായിട്ട് കൂട്ടിയിട്ടതാ, ലോസിന്റെ കൂടുതൽ. ഇപ്പോൾ ലോസ് ഉണ്ടായിട്ട് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അപ്പോൾ അതിനെ ഇരട്ടിയാവും, ലോസ് ഇരട്ടിയാവും, നമുക്ക് ലോസ് കൂടുതൽ എന്താവും? നഷ്ടം സംഭവിക്കും. അപ്പോൾ നമ്മളിപ്പോൾ വീണ്ടും നമുക്ക് ഇപ്പോൾ തെറ്റ് പറ്റി അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ലോസ് സംഭവിച്ചു, ആ ലോസ് റിക്കവർ ചെയ്യാൻ അല്ലെങ്കിൽ ലോസിൻ്റെ ഇപ്പോൾ നമുക്ക് ലോസ് സംഭവിച്ചു എന്നുള്ള മൈൻഡിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനി മുതൽ 0.01 എടുക്കുന്നുള്ളൂ. 0.01 എടുക്കും. എനിക്കറിയാം നിങ്ങളിൽ ഉള്ള ആളുകളുണ്ടായിരിക്കും, കൂടുതൽ പൈസ ഉള്ള ആളുകളുണ്ടായിരിക്കും. അതവിടെ നിൽക്കട്ടെ, 0.01 നമ്മൾ എടുക്കുന്നുള്ളൂ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? മനസ്സിലാവുന്നു. ചിലപ്പോൾ കൂടുതൽ എടുക്കാനുള്ള നിങ്ങളുടെ കപ്പാസിറ്റി ഉണ്ടായിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ 0.01 എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞത്. അപ്പോൾ 0.01 എടുക്കുന്നുള്ളൂ. ഒന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് നിങ്ങളെ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യണം. രണ്ടാമത് ട്രേഡിങ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഫെയിലർ ആകുമ്പോഴും നമുക്ക് പറഞ്ഞാൽ ചെറിയ ഫെയിലറുകൾ സംഭവിക്കാൻ പാടുള്ളൂ. പ്രോഫിറ്റ് നമ്മൾ പഴയ പോലെ തന്നെ പ്രോഫിറ്റ് വലിയ ടാർഗറ്റ് വെച്ചിട്ട് നമ്മൾ എടുക്കാൻ നോക്കും. മിനിമം 20 പിപ്സ് വെച്ചിട്ട് നമ്മൾ എടുക്കാൻ മതി. ഈ പറഞ്ഞ രീതിയിൽ 20 പിപ്സ് ഒക്കെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എടുക്കാൻ കഴിയും എന്നുള്ള സിറ്റുവേഷനിൽ എത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 20 പിപ്സിന്റെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. മനസ്സിലായോ? 20 പിപ്സിന്റെ ചലഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഓർക്കുന്നില്ലേ?
അപ്പോൾ നമുക്ക് 20 പിപ്സ് നമുക്ക് 10 ട്രേഡ് അല്ലെങ്കിൽ 15 ട്രേഡ് ഒക്കെ നമുക്ക് 20 പിപ്സ് നമുക്ക് വെച്ചിട്ട് 0.01 കിട്ടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, നമുക്ക് ഇതിലോട്ട് പോവാം. എന്ത് 0.02 അല്ല 0.02 അല്ല 20 പിപ്സിൻ്റെ ചലഞ്ചിലേക്ക് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ക്യാപിറ്റലിനെ ബേസ് ചെയ്തിട്ട് നമുക്കത് ചലഞ്ചിലേക്ക് പോവാം. മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജേണൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്കറിയാം ഒരാൾക്കും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് ജേണൽ എന്നുള്ളത്. ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നമ്മൾ വെള്ളത്തുമ്പോൾ വരച്ച പോലെ എന്ന് പറയില്ലേ, വെള്ളത്തിൽ വരവരയ്ക്കുക അല്ലെങ്കിൽ ഐസ് കാട്ടുമ്പോൾ പെയിൻ്റ് അടിക്കുന്ന പോലെ എന്ന് എനിക്കറിയാം. പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. പക്ഷേ അതെപ്പോഴും കാണണം, ഒരു പ്രൂഫായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം നമ്മളിപ്പോൾ ഒരു ദിവസം എടുക്കുന്ന ട്രേഡ് 2, 3, 4 എടുക്കുന്നുള്ളൂ. ആ 4 എണ്ണത്തിൽ നമുക്ക് ആകെ എഴുതി വെക്കാവുന്ന കാര്യം എന്താ വെച്ചാൽ എൻട്രി പോയിന്റ്, എക്സിറ്റ് പോയിന്റ്. എക്സിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ TP അല്ലെങ്കിൽ നമ്മുടെ SL ഇത് വെക്കുക. പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ മലയാളത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതി വെക്കുക. പിന്നെ എത്ര പിപ്പ് ലോസ് വന്നു, പ്രോഫിറ്റ് വന്നെങ്കിൽ എത്ര പ്രോഫിറ്റ്, പിപ്പ് ലോസ് വന്നെങ്കിൽ എത്ര ഇത്ര എഴുതി വെച്ചാൽ മതി. നിങ്ങൾ ഇതിൻ്റെ എക്സൽ ഷീറ്റ് ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട്. ഇപ്പോൾ കേട്ടിരുന്നോ? ആരെങ്കിലും ഓർമ്മ ഉണ്ടോ? അത് ഓർമ്മയുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് പ്രൂഫ് ആയിട്ട് വേണം. നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഡീറ്റെയിൽ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ എക്സനസിൽ കിട്ടും. എക്സനസിൽ പോയിട്ട് നിങ്ങൾ ട്രാൻസാക്ഷൻ അല്ല മറ്റേ ഇത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അക്കൗണ്ട് ഡീറ്റെയിൽ നോക്കി കഴിഞ്ഞാൽ കിട്ടും നിങ്ങൾക്ക്. അതുപോലെ തന്നെ ഏതിൽ പോയാൽ MP5 പോയാലും നിങ്ങൾക്ക് പറഞ്ഞ പോലെ ഹിസ്റ്ററിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടും, എല്ലാം കിട്ടും. പക്ഷേ നിങ്ങളതൊരു എക്സൽ ഷീറ്റിൽ ഡെയിലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു പ്രൂഫോ കാണുന്നത്. കാരണം നിങ്ങളിപ്പോൾ ഡെയിലി എന്ന് വെച്ചാൽ 4 ട്രേഡല്ലേ ഉള്ളൂ, അധികം സമയമില്ല. കഴിഞ്ഞാൽ അപ്പം തന്നെ എൻ്റർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ട്രേഡിലേക്ക് വന്ന സമയത്ത് നിങ്ങൾ എൻ്റർ ചെയ്യുക, ആ ഒരു പോയിന്റും ഇത് എൻ്റർ ചെയ്യുക. പിന്നെ ടോട്ടൽ പിപ്പ്. അപ്പോൾ ഒരു വീക്കിലി നമുക്ക് നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ഐഡിയ കിട്ടും. നിങ്ങൾ പോകുന്നത് പ്രോഫിറ്റിലാണോ ലോസിലാണോ എന്നുള്ള ഐഡിയ കിട്ടും. എന്നിട്ട് ആ വീക്കിലി എക്സൽ ഷീറ്റിൻ്റെ താഴെ കാര്യങ്ങളൊക്കെ എക്സൽ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ അതിൽ? ടൈപ്പ് ചെയ്യാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ അതിൽ? അറിയാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടോ? അതത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അത് ജസ്റ്റ് ഒന്ന് ഇട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവും കോളത്തിൽ എന്താണ് ടൈപ്പ് ചെയ്യേണ്ടതും പിന്നെ എത്ര പ്രോഫിറ്റ്, ലോസ് ആണെങ്കിൽ എത്ര ലോസ്, പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് എത്രയും എന്നുള്ള ഇടുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പിപ്പിൻ്റെ രീതിയിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എത്ര പൈസ കിട്ടിയെന്നുള്ള രീതിയിലും നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ട്രാൻസാക്ഷൻ ഇത് ട്രേഡിങ്ങിൻ്റെ ഹിസ്റ്ററി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും, ജേണൽ നോക്കുമ്പോൾ കിട്ടും. ഓക്കെ, നാലാമത്തെ കാര്യം മനസ്സിലായോ? ഇനി അഞ്ചാമത്തെ കാര്യം ഞാൻ ഇന്നലെ ലൈവിൽ ഞാൻ സംസാരിച്ചിരുന്നു. നമുക്ക് പറ്റുന്ന ഞാനിപ്പോൾ ചാർട്ട് വെച്ചിരിക്കുന്നത് അതിനാണ്. ഞാൻ 1 അവറിന്റെ ചാർട്ട് വെച്ചിരിക്കുന്നത്. എല്ലാവരും കണ്ടില്ലേ? 1 അവറിന്റെ ചാർട്ടാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ കൺസെപ്റ്റ്, നമ്മുടെ പ്രൈസ് ആക്ഷൻ പ്രകാരം അല്ലെങ്കിൽ നമ്മളിപ്പോൾ എടുക്കുന്ന കൺസെപ്റ്റ് പ്രകാരം ഏറ്റവും കൂടുതൽ എന്ത് സംഭവിക്കുന്നത്? ഏറ്റവും കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് 1 അവറിലാണ്. 1 അവറിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ സെറ്റപ്പ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഞാൻ ഉദാഹരണം പറയാണ്. ഇതിപ്പോൾ മുകളിലോട്ട് പോയി, എല്ലാവർക്കും അറിയാലോ. മുകളിലോട്ട് പോയാൽ മാർക്കറ്റ് മുകളിലോട്ട് പോയാൽ ഇത് താഴേക്ക് വരും, താഴേക്ക് വന്ന് വീണ്ടും മുകളിലോട്ട് പോകും, വീണ്ടും താഴേക്ക് വരും, വീണ്ടും മുകളിലേക്ക് പോകും. ഓക്കെ, ഇതറിയാലോ എല്ലാവർക്കും? അറിയില്ലേ? ഇതറിയില്ലേ എല്ലാവർക്കും? അറിയില്ലേ? ഈ ഒരു കണ്ടീഷൻ അറിയില്ലേ? കണ്ടീഷൻ അറിയില്ലേ? അപ്പോൾ ഇത് ഞാനിപ്പോൾ വരച്ചു തരാം. ഇതിപ്പോൾ ഈ മാർക്കറ്റ് ഇവിടുന്നാണ് പുഷ് ചെയ്ത് തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുഷ് ചെയ്ത് തുടങ്ങാം. ഇതൊരു സ്ട്രാറ്റജിയും കൂടി ഉണ്ട് ഇതിൽ കേട്ടോ, എല്ലാവരും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടുന്നാണ് മാർക്കറ്റ് പോകുന്നതെന്ന് വിചാരിച്ചോ. ഇവിടുന്നാണ് മാർക്കറ്റ് പോയിട്ടുണ്ടെങ്കിൽ ഈ മാർക്കറ്റ് തിരിച്ചുവരവ് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നേ. തിരിച്ചുവരവ് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും എൻട്രി, ഒരിക്കൽ പോയിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ എൻട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ്. എന്തുകൊണ്ടാണ്? ആർക്കെങ്കിലും അറിയോ? കാരണം എന്ന് വെച്ചാൽ ഒരു സോണാണ് അല്ലേ? ഈ സോണിന്ന് പുഷ് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇവിടെ ബയേഴ്സ് കൂടുതലാണ് അല്ലേ? കേൾക്കുന്നത് മനസ്സിലാവുന്നില്ല? എല്ലാവരും മറന്നുപോയോ? ക്ലാസ് വിട്ട് ട്രേഡിംഗ് ആയപ്പോൾ എല്ലാവരും മറന്നുപോയോ? ഇവിടെ ബയേഴ്സ് ഉണ്ട്. അപ്പോൾ തിരിച്ച് മാർക്കറ്റ് ഇവിടെ വരുമ്പോൾ എന്തായിരിക്കും? അവിടെ ബയേഴ്സ് ഉണ്ടായിരിക്കും. അവിടെ ബയേഴ്സ് ഉണ്ടായിരിക്കും. അവിടെ സെല്ലേഴ്സ് എങ്ങനെ വരുന്നത്? ഇവിടെ ബയേഴ്സ് ഉണ്ടായിരിക്കും. കാരണം തിരിച്ച് മാർക്കറ്റ് വരുന്ന സമയത്ത് ബയേഴ്സിന് അറിയാം ഇവിടുന്നാണ് പുഷ് പോയത്. ഇവിടെ എത്തുമ്പോൾ മാർക്കറ്റ് എത്തുന്ന സമയത്ത് എന്താണ്ടാവും? ബയേഴ്സ് ഉണ്ടാവും. ഓക്കെ,
ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഏറ്റവും ബെറ്റർ എൻട്രി കിട്ടുന്നത് ഇവിടെയാണ്. ഇവിടെ 2 വിധത്തിൽ നമുക്ക് എൻട്രി കിട്ടാം. ഞാൻ പറയുന്ന വേറൊരു കാര്യത്തിനാണ്. 2 വിധത്തിൽ എൻട്രി കിട്ടാം. ഒന്ന് ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് പോകും. ടച്ച് ചെയ്ത് പോകും. മനസ്സിലാവുന്നുണ്ടോ? ടച്ച് ചെയ്തിട്ട് അങ്ങോട്ട് ടച്ച് ചെയ്തിട്ട് മോളിക്ക് ഇങ്ങനെ പോകും. 2 വിധത്തിൽ കിട്ടും. 2 നമുക്ക് മിഡിലിൽ ടച്ച് ചെയ്യും, അല്ലെങ്കിൽ ഇവിടെ ടച്ച് ചെയ്യും. 3 എൻട്രി മിഡിലിൽ അല്ലെങ്കിൽ ഈ ഇവിടെ ടച്ച് ചെയ്യും. 3 എൻട്രി ആയില്ല. ഇപ്പോൾ ഒന്ന് ഇതിനെന്താ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ഓപ്പൺ എന്ന് പറയും, ഇതിനെ ക്ലോസ് എന്ന് പറയും, ഇതിനെ ഈക്വിലിബ്രിയം എന്ന് പറയും. എന്ന് വെച്ചാൽ നടുവിലുള്ളതുകൊണ്ട്, രണ്ടിനെയും നടുവിലുള്ളതുകൊണ്ട് ഈക്വിലിബ്രിയം എന്ന് പറയും. മനസ്സിലായോ? ഈ 3 ഏരിയയിലും വന്നിട്ട് ടച്ച് ചെയ്തിട്ട് പോവാം. ചില സമയത്ത് എന്ത് സംഭവിക്കും? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ചില സമയത്ത് എന്ത് സംഭവിക്കുക? കുറച്ചും കൂടി താഴോട്ട് പോകും. കുറച്ചും കൂടി താഴോട്ട് പോയിട്ട് ഇത് എന്ത് ചെയ്യും? ഇവിടുന്ന് ഒരു റിജക്ഷൻ കിട്ടും നമുക്ക്. ഒരു റിജക്ഷൻ, നല്ലൊരു റിജക്ഷൻ കിട്ടും. ഇതിന്റെ എൻട്രിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ ഫാസ്റ്റ് ആയിരിക്കും. എന്താണ് സംഭവം? എന്തുകൊണ്ടത് ഫാസ്റ്റ് ആയിരിക്കും എന്ന് പറയാൻ കാരണം? സ്റ്റോപ്പ് ലോസ് ഉണ്ടെങ്കിൽ കയറുന്നുണ്ട്. മനസ്സിലായോ? ഞാനിപ്പോ സ്റ്റോപ്പ് ലോസിന്റെ കാര്യമാണ് ഈ 3 സ്റ്റോപ്പ് ലോസിന്റെ ഓർഡറിന്റെ പ്ലേസ് ചെയ്യുന്ന കാര്യമാണ് 3 പറഞ്ഞത്. നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു 3 നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. ഏത് 3? ഓപ്പണും ഈക്വിലിബ്രിയം ക്ലോസും ഇതിലെവിടെയെങ്കിലും വന്ന് ഹിറ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇതിന്റെ താഴെ വരുമോ എന്നുള്ളത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പറ്റുമോ? പറ്റില്ല. താഴെ വരുമോ എന്നുള്ളത് നമുക്ക് എക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്ന സമയത്ത് ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം. സ്റ്റോപ്പ് ലോസ് വെക്കുന്ന സമയത്ത് നോക്കിക്കോ, ഞാനൊരു സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുക. ഇവിടെയാണ് ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. നമ്മളിപ്പോൾ വെക്കുമ്പോൾ എന്താണ് സംഭവം? വളരെ ചെറിയതല്ലേ അല്ലേ? ഇത് വന്നിട്ട് ഏകദേശം മിഡിൽ വന്നിട്ട് ഹിറ്റ് ചെയ്തിട്ട് തിരിച്ചു പോയിട്ടുണ്ട്. കണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി. ഇത് മിഡിൽ വന്നിട്ട് ഏകദേശം മിഡിൽ വന്നിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിത് മിഡിലാണ് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? അത് ഹിറ്റ് ആവാണ്ട് പോയിട്ടുണ്ടാവും. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിലോ മിക്കവാറും വരവ് സാധ്യത കുറവാണ്. കൂടുതലും ഞാൻ മിഡിലാണ് വെക്കാറ്. പക്ഷേ മിഡിലിൽ വെച്ചിട്ട് ചില സമയത്ത് ഹിറ്റ് ആവാണ്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇത് പോയതാന്ന് വെച്ചോ. ഏറ്റവും ബെറ്റർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും എന്താണ്? ഓപ്പണിൽ വയ്ക്കുകയാണ് ഏറ്റവും ബെറ്റർ. കാരണം നമുക്ക് എൻട്രി കിട്ടാൻ. അപ്പോൾ എൻട്രി കിട്ടുമ്പോൾ നമ്മൾ ഇവിടേക്ക് നോക്കുമ്പോൾ നോക്കിയേ, എൻട്രി നമ്മൾ സ്റ്റോപ്പ് ലോസ് എവിടെ വയ്ക്കുക? ആ സോണിന്റെ താഴ്ത്തല വയ്ക്കുക, ക്യാൻഡിലിന്റെ താഴ്ത്തല വയ്ക്കുക. എന്ത്? സോണിന്റെ താഴ്ത്ത വയ്ക്കുക അല്ലേ? കാണുന്നുണ്ടോ എല്ലാരും? കാണുന്നുണ്ട്. ഈ ഒരു ചെറിയ ഏരിയ പോലും എത്രയെന്നറിയോ? 14 പിപ്സ് ആണ്. എത്ര? 14 പിപ്സ്. അവിടെ എന്തൊക്കെ സംഭവിക്കാം? അവിടെ ഈ പറഞ്ഞാൽ ഈ എന്തൊക്കെ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പണിൽ വന്നിട്ട് കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എന്തായി കുഴപ്പമില്ല. പോവുകയാണെങ്കിൽ മുകളിൽ കയറി പോവുകയാണെങ്കിൽ, ഈക്വിലിബ്രിയത്തിന് വന്നിട്ട് കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഇവിടെ ഏതിൽ ക്ലോസിൽ വന്നിട്ട് കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. ക്ലോസിൻ്റെ താഴെ ഇറങ്ങി, എവിടെ? ക്ലോസിൻ്റെ താഴെ ഇറങ്ങിയിട്ട് ഈ പറഞ്ഞ പോലെ താഴെ ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമാണ്. കാരണം നമുക്ക് അറിയില്ല ഇത് എവിടെയാണെന്നുള്ളത്. അറിയാലോ? ഇത് ഇവിടം വരെ പോകുന്നുള്ളത് നമുക്കറിയില്ല. കണ്ടില്ലേ? ചില ക്യാനലുകളൊക്കെ വന്നിട്ട് ഇതിന് തന്നെ ഉദാഹരണം ഉണ്ടാവും. ചില ക്യാനലുകൾ വന്നിട്ട് അടിച്ചു കയറി. ഇത് നോക്കുമ്പോൾ സമയത്ത് നമുക്ക് വല്ലതും തോന്നുമോ? കാരണം ഈ ഒരു ക്യാനൽ നമ്മളിപ്പോൾ 1 മണിക്കൂറിൻ്റെ ക്യാനലാണത്. എന്നാലും ഇത് നോക്കുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്യാനലല്ലേ, ഒരു എൻഗൾഫിംഗ് ക്യാനലല്ലേ. എന്നിട്ട് നോക്കി അതേ പോയിന്റിൽ നിന്ന് കയറി പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും സംഭവിക്കും. ഈ പറഞ്ഞ ഏരിയയിൽ നിന്ന് അതേ പോയിന്റിൽ നിന്ന് കയറി പോകും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? സ്റ്റോപ്പ് ലോസിന്റെ പ്രശ്നം എന്താ? സ്റ്റോപ്പ് ലോസ് അടിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ഇവിടെ, അല്ലേ? അല്ല, കൂടുതലല്ല. അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തോ വലിയൊരു സ്റ്റോപ്പ് ലോസ് പോവില്ലേ? മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായോ ഞാൻ പറഞ്ഞെന്താന്നുള്ളത്? ആർക്കും മനസ്സിലായില്ല? അല്ല, ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പണും ഈക്വിലിബ്രിയവും ഇതുണ്ട്, ക്ലോസും ഉണ്ട്. ഈ നമ്മൾ യൂഷ്വലി ഈ ക്യാൻഡിൽ നമ്മളിപ്പോൾ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ ഓപ്പണിൽ പ്ലേസ് ചെയ്യാം. ഇപ്പം ഞാൻ ഓപ്പണിലാണ് വെച്ചിരിക്കുന്നത്. കൂടുതലും ഓപ്പണിൽ വന്നിട്ടാണ് തിരിച്ചു പോകാറ്. കൂടുതലും ചിലത് ഈ മറ്റേ മിഡിൽ വരും, ചിലത് ഇതിൽ വരും, ക്ലോസിൽ വരും. ഞാൻ മിക്കവാറും മിഡിലാണ് വെക്കുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടിയാൽ മതി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് എനിക്കുള്ളതുകൊണ്ട് ഞാനിത് മിഡിലാണ് ഞാൻ വെക്കാറ്. കാരണം എന്ന് വെച്ചാൽ സ്റ്റോപ്പ് ലോസ് കുറച്ച് കിട്ടുമല്ലോ എന്നുള്ളത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇത്ര തന്നെ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ നമ്മൾ എവിടുന്ന് എടുത്താലും, ഓപ്പണിൽ നിന്ന് എടുത്താലും, ഈക്വിലിബ്രിയത്തിൽ എടുത്താലും, ക്ലോസിൽ എടുത്താലും നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കണം. വേണ്ടേ? ഈക്വിലിബ്രിയത്തിൽ ക്ലോസിൽ വന്ന് തിരിച്ചു പോകുന്നത് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് ഒരു ടൈറ്റ് ചെയ്യാം, വെച്ചൂടെ? ടൈറ്റ് സ്റ്റോപ്പ് ലോസ്. നമുക്ക് അറിയില്ലല്ലോ എവിടെ വന്ന് തിരിച്ചു പോകുന്നത്, നമുക്ക് അറിയില്ല. അറിയോ?
ഇങ്ങനെ അറിയോ എവിടെ തിരിച്ചു പോകുന്നത്? ഇല്ല. മാത്രമല്ല മിക്ക സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, മിക്ക സമയത്ത് നമുക്ക് ഇതിന് താഴെ വന്ന് തിരിച്ചു പോകുന്നതാണ് നമുക്ക്, ഐ മീൻ എൻട്രി എടുക്കുന്നവന് എപ്പോഴും ഫേവർ ആവുക. എന്താണ്? സ്റ്റോപ്പ് ലോസ് നമ്മളെ പോലെ റീറ്റെയിലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് ഭയങ്കര പോക്കവും. മനസ്സിലായോ? മനസ്സിലായില്ല? ഈ ക്യാനിൽ കണ്ടോ? ഈ ക്യാനിൽ കണ്ടോ നിങ്ങൾ? ഈ പച്ച ക്യാനിൽ ഓർഡർ ഞാൻ ഇവിടെ ഇട്ട് വയ്ക്കുന്നത്. ഇവിടെ ഇട്ട് വെച്ചു. ഓക്കെ, സ്റ്റോപ്പ് ലോസ് കണ്ട് ചെയ്ത് പോയോ? സ്റ്റോപ്പ് ലോസ് എടുത്ത് പോയോ? ചിലപ്പോൾ അത് ഇവിടെ വരെ വരാം, ചിലപ്പോൾ അത് ഇവിടെ വരെ വരാം. അപ്പൊ എന്തായിരിക്കും? സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എടുത്തിട്ട് ഇത് ഇതിന്റെ മുകളിൽ, ഈ ഒരു ക്യാൻഡിലിന്റെ മുകളിലാണ് ക്ലോസ് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഓർഡർ പ്ലേസ് ചെയ്തിടാം. മനസ്സിലായോ? ഓർഡർ പ്ലേസ് ചെയ്തിടാം. പ്രശ്നം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ക്യാൻഡിൽ നമുക്ക് വെക്കുകയാണെങ്കിൽ ഞാൻ യൂഷ്വലി 50% എടുത്തിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ക്യാൻഡ് 50% എടുത്തിട്ട് ഇതിൽ വെക്കുക. അത് കണ്ടത് ഏകദേശം 50% വന്നു. 50% ഞാൻ വെക്കാറ്, 50%ലാണ് ഞാൻ വെക്കാറ് ഇതിൽ. അപ്പോൾ ഈ ക്യാൻഡിൽ പോട്ടെ, വൈറ്റ് ക്യാൻഡിലല്ല, ഈ ക്യാൻഡിലെ കാര്യം ഞാൻ പറഞ്ഞത്. ഈ ക്യാൻഡിൽ 50% വെക്കാറ്. ഇത് 50% കഴിഞ്ഞു, എന്ത് ക്ലോസ് ഏരിയയും കഴിഞ്ഞിട്ട് പിന്നെ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് കഴിഞ്ഞിട്ടാണ് മുകളിലോട്ട് പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെയുള്ള ക്യാൻഡിലിന്റെ പ്രത്യേകത എന്താ? നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കില്ലേ? മനസ്സിലാവുന്നുണ്ടോ? ആർക്കും മനസ്സിലായില്ല? കൺഫ്യൂഷൻ ആവുന്നുണ്ടോ പറഞ്ഞത്? ഇല്ല, മനസ്സിലായി. അപ്പൊ ഇങ്ങനെയുള്ള ക്യാൻഡിലിന് സ്റ്റോപ്പ് ലോസ് അടിച്ചു പോകും. അപ്പൊ നമുക്ക് ഇത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇതിൽ സ്റ്റോപ്പ് ലോസ് നമുക്ക് സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും മിനിമം സ്റ്റോപ്പ് ലോസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? മിനിമം സ്റ്റോപ്പ് ലോസ് വെക്കാൻ ഇതൊരു സോണാണ് എടുക്കണമെങ്കിൽ സോണിന്റെ തൊട്ട് താഴെ ഒരു ചെറിയ ബ്രീത്തിങ് സ്പേസ് വെച്ചിട്ട് കൊടുക്കണം നമ്മൾ, മിനിമം സ്റ്റോപ്പ് ലോസ് കിട്ടാൻ വേണ്ടിയിട്ട്. അത് എവിടുന്ന്? ഓപ്പൺ എന്നാണെങ്കിൽ എന്തായിരിക്കും? വലിയ സ്റ്റോപ്പ് ലോസ് ആയിരിക്കും. എനിക്ക് 11.6 ഉണ്ട് ഓപ്പൺ. ഇത് യൂറോ USD ആണ് കേട്ടോ, അതുകൊണ്ടാണ് ഇത്ര കുറവ് കിട്ടുന്നത്. ബാക്കിയുള്ളതൊക്കെ ഭയങ്കര കൂടുതലായിരിക്കും. 11.6 ഉണ്ട്. ഇവിടുന്നാണെങ്കിൽ നമ്മൾ ഈക്വിലിബ്രിയത്തിൽ നിന്നാണെങ്കിൽ നമുക്ക് പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടി നമുക്ക് ഒരു കുഴപ്പമില്ലാത്ത ഒരു 8 അല്ലെങ്കിൽ 9 എന്നുള്ള ലെവലിലൊക്കെ നമുക്ക് അപ്പോഴും വയ്ക്കാം. അതും 9 എന്ന് പറയുമ്പോൾ 0.01 9 എന്ന് പറയുമ്പോൾ $1 നമ്മൾ എന്ത് വെക്കുന്നത്? റിസ്ക് വെക്കുന്നുണ്ട് അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഇവിടുന്ന് ആകുമ്പോൾ ഓപ്പണിന്നാകുമ്പോൾ കൂടും, ഇവിടുന്ന് ആവുമ്പോൾ എന്താ വെച്ച് പറയുമ്പോൾ മിഡിലാവുമ്പോൾ നമുക്ക് എന്താവും? കുറയും. അപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മിക്ക ക്യാൻഡിൽസും ഇവിടെ വന്നിട്ട് തിരിച്ചു പോകാൻ പതിവ്. ഇതൊരു മറ്റേ ഓപ്പണിംഗ് ടൈം ആയിരുന്നു, അതുകൊണ്ടാണ് ഈ ക്യാൻഡിൽ ഇത്ര ഇറങ്ങി വന്നത്. ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഇത് കണ്ടോ? ഇത് എവിടെ ഹിറ്റ് ആയത്? കണ്ടോ? എവിടെ ഹിറ്റ് ആയത്? ഓപ്പണിലല്ല ഹിറ്റ് ആയത് അല്ലേ? ആണോ? ഓപ്പണിലല്ലേ വന്ന് ടച്ച് ചെയ്തിരിക്കുന്നത് അല്ലേ? ഓപ്പൺ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഓപ്പൺ ആണ്. നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുകയാണെങ്കിൽ എവിടെ വെക്കണം? ഇതിനെ താഴെ വെക്കണം, വേണ്ടേ? എവിടെ വെക്കണം? ഇവിടെ ആയിട്ട് വെക്കണം, വേണ്ടേ? നോക്കിയേ, 20 പിപ്സായി. 20 പിപ്പായി. നമുക്കിത് ഒഴിവാക്കാൻ പറ്റുമോ? അത് ഒഴിവാക്കാനും പറ്റില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു കൺഫർമേഷൻ തരുന്നതാണ്. ഇവിടുന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ടാർഗറ്റ് വെക്കുകയാണെങ്കിൽ ഓക്കെ, ഇവിടുന്ന് ടാർഗറ്റ് സ്റ്റോപ്പ് ലോസിന്റെ അത്ര പോലും ടാർഗറ്റ് ഇല്ല. മനസ്സിലായാ? ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഈ സിംഗ് വെച്ചിരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞ സ്റ്റോപ്പ് ലോസിന്റെ അത്ര പോലും ടാർഗറ്റ് ഇല്ല. അപ്പൊ എന്താണ് പ്രശ്നം വരുന്നത്? ഇവിടെ പ്രശ്നം എന്താ വരുന്നത്? ഞാൻ ഇത്ര പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഇവിടെ പ്രശ്നം വരുന്നത് എന്താണ്? നമ്മളിപ്പോ എൻട്രി എടുക്കുമ്പോ ഇക്വിലിബ്രിയത്തിൽ എടുക്കായിരിക്കും നല്ലതെന്നാണോ? ഈക്വിലിബ്രിയത്തിലാണ് ഞാൻ യൂഷ്വലി എടുക്കാറ്. പക്ഷെ എല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോ ഞാൻ പറഞ്ഞ കാണിച്ചു തന്നു, ടച്ച് ചെയ്തിട്ട് പോയി. ഇനിയിപ്പോൾ അടുത്ത് ഞാൻ കാണിച്ചു തരാം. ഇവിടേക്ക് മാർക്കറ്റ് ഇറങ്ങിയിട്ടില്ല. ഞാൻ ഇവിടെ കാണിക്കാം. ഇവിടെ ആകുമ്പോൾ ഗ്രീൻ ക്യാനലല്ലേ? അതെ, ഇവിടേക്ക് മാർക്കറ്റ് വന്നില്ല. ഇവിടെ ഗ്രീൻ ക്യാനലാണ്. ഇത് റിട്ടേൺ വന്നിരിക്കുന്നത് ഈക്വിലിബ്രിയത്തിലല്ല വന്നിരിക്കുന്നത്. ഈക്വിലിബ്രിയത്തിൽ ഏകദേശം ഈക്വിലിബ്രിയത്തിൽ വന്നിട്ടുണ്ട്. ഏകദേശം ഈക്വിലിബ്രിയത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ടച്ച് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ടച്ച് ചെയ്തിട്ടില്ല. ഏകദേശം വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏകദേശം വന്നിട്ടുണ്ട്. ഞാനിനി ഇതിൽ മാർക്കറ്റ് വന്നിട്ടില്ല. ഇനി ഇതിൽ ഈക്വിലിബ്രിയത്തിൽ വന്നിട്ടുണ്ട്. ഈക്വിലിബ്രിയത്തിന് മുകളിലാണ് വന്നിരിക്കുന്നത് ഈ ക്യാനലിൻ്റെ. അതിൽ ഈക്വിലിബ്രിയം അല്ല, ഏകദേശം പറഞ്ഞാൽ ക്ലോസിലാണ് വന്നിരിക്കുന്നത്. മുകളിൽ നിന്നല്ല കാണിക്കുന്നത്. അപ്പോൾ മുകളിൽ നിന്ന് താഴ്ത്തി കയറുമ്പോൾ ക്ലോസിലാണ് വന്നിരിക്കുന്നത്.
ഓക്കെ. ഇനി വേറൊരു കാര്യം കാണിച്ചു തരാം. ഇത് ഇത് കണ്ടോ? ഇതെന്താ സംഭവം? ഇത് ക്ലോസിൽ വന്നിരിക്കുന്നു അല്ലേ? ക്ലോസിൽ വന്നിട്ടല്ലേ തിരിച്ചു പോയിരിക്കുന്നത്. ആദ്യം ഇക്വിലിബ്രിയത്തിൽ വന്നു, ഇക്വിലിബ്രിയത്തിൽ പോയി തിരിച്ചു പോയി. ഓക്കെ ഫൈൻ, നമുക്ക് ആ ഒരു ട്രേഡ് കിട്ടിയെങ്കിൽ മതി. നമ്മൾ മാക്സിമം എന്താ ചെയ്യാറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിങ് ടു സിങ് വെക്കാറ്. അപ്പോൾ ഈ സിങ്ങിലേക്ക് എത്തുന്ന ക്യാനിൽ വന്നിരിക്കുന്നതൊക്കെ ക്ലോസിൽ വന്നിട്ടാണ് പോയത്. കണ്ടോ? ക്ലോസിൽ വന്നിട്ടാണ് പോയത്. കണ്ടോ? കാണുന്നുണ്ടോ? ഈ സിംഗിൾ വന്നിട്ടാണ് പോയത്. കണ്ടോ? ഇനി അടുത്ത് ഞാൻ പറയാം. ഇത് ഇനിയിപ്പോൾ ഇവിടുന്ന് കിട്ടുന്ന ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യാനിലാണ്. ഈ ക്യാനിൽ എൻ്റെ ഈക്വിലിബ്രിയത്തിൽ വന്നിട്ട് ടച്ച് ചെയ്തിട്ട് പോയിട്ടുണ്ട്. ഈക്വിലിബ്രിയത്തിൽ വന്നിട്ട് ടച്ച് ചെയ്തിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എവിടെയാണ് കണ്ടോ ഈക്വിലിബ്രിയത്തിൽ വന്നിട്ട് ടച്ച് ചെയ്തത്, നമുക്ക് എവിടെയാണ് വന്നിട്ട് ഹിറ്റ് ചെയ്യുക എന്നുള്ളത് പറയാൻ പറ്റില്ല. ക്യാൻഡിൽസ് വന്നിട്ട് എവിടെയാണ് ഹിറ്റ് ചെയ്യുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എപ്പോഴും ഞാൻ പറഞ്ഞത്, ഞാൻ ചെയ്യുന്നൊരു ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈക്വിലിബ്രിയത്തിലാണ് ഞാൻ എടുക്കാറ്. ഞാൻ യൂഷ്വലി എടുക്കാറ് ഈക്വിലിബ്രിയത്തിൽ എടുക്കാറ്. ഓക്കെ. അപ്പോൾ ഈക്വിലിബ്രിയത്തിൽ എടുക്കുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ സ്റ്റോപ്പ് ലോസ് കിട്ടും. ഒന്ന് ചെറിയ സ്റ്റോപ്പ് ലോസ് കിട്ടും. പക്ഷേ ഇത് യൂറോ USD ആയതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞ പോലെ 5 പിപ്പ് എന്ന് പറയുന്നതൊക്കെ ചെറിയ USD ഇതാണ്, സ്റ്റോപ്പ് ലോസ് ആണ്. ഞാനിപ്പോൾ ഇനി പറഞ്ഞ JBP JPY എടുക്കാൻ പോകണം. ഞാൻ ഇവിടുന്ന് തുടങ്ങാം. ഈക്വിലിബ്രിയത്തിൽ വന്ന് ടച്ച് ചെയ്തു. കണ്ടില്ലേ? ഒരു ക്യാനിൽ വന്നിട്ട് ഈക്വിലിബ്രിയത്തിൽ വന്നിട്ട് ടച്ച് ചെയ്താൽ പോകുന്നത്. ഞാനപ്പോൾ ഈക്വിലിബ്രിയത്തിൽ വെച്ചു എന്ന് വിചാരിച്ചു. അത് വലിയ ക്യാനിലാണ്, ഞാൻ ചെറിയ ക്യാനിൽ കാണിച്ചു തരാം. ഈക്വിലിബ്രിയത്തിൽ വെച്ചു എന്ന് വെച്ചോ. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഇവിടുന്ന് വെക്കണ്ടേ? നോക്കിയേ എത്ര ഉണ്ട്? എത്ര ഉണ്ട്? 28 വലിയ സ്റ്റോപ്പ് ലോസ് അല്ലേ? 28 പിപ്പ്. ഇത് ഞാൻ വലിയ ക്യാനിലാണ്. പോട്ടെ, ഞാൻ ചെറിയ ക്യാനിൽ വെക്കാം. ചെറിയ ക്യാനിൽ ഞാൻ നോക്കട്ടെ. ഇതിലൊക്കെ വലിയ ക്യാനിലുകളാണ്. ഞാൻ ചെറിയ ക്യാനിൽ. ഓക്കെ, ഞാൻ ഇതൊരു മീഡിയം ക്യാനിൽ വെക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു മീഡിയം ക്യാനിൽ വെക്കുന്നുണ്ട്. മാർക്കറ്റ് ഇടിച്ചിട്ടില്ല, ജസ്റ്റ് ഇടിച്ചു എന്ന് നമ്മൾ പ്രതീക്ഷിച്ചാൽ നിങ്ങൾ. ഇതിൻ്റെ ഇതൊക്കെ 46 പിപ്പാണ് ആ ഒരൊറ്റ ക്യാൻഡിൽ. 44 പിപ്പ് ഒറ്റ ക്യാൻഡിൽ, ചെറിയ ക്യാൻഡിൽ. ഇനി ഞാൻ ഈ ചെറിയ ക്യാൻഡിൽ ഞാൻ നോക്കാം. ഓക്കെ, 23 പിപ്പാണ്. ഏത് കണ്ടോ? ഇത് കണ്ടോ? 23 അല്ല, ഇതിനും കൊടുത്തിട്ടുണ്ട്. 27 പിപ്പാണ്. ഏത് ഒരു ചെറിയ ഇൻഡിസിഷൻ ക്യാൻഡിൽ. ഏറ്റവും ചെറിയ ക്യാൻഡിലിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ GBP JPYയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. യൂറോ USDയിൽ നമുക്ക് എന്ത് കിട്ടും? യൂറോ USDയിൽ നമുക്ക് എന്ത് കിട്ടും? യൂറോ USDയിൽ ചെറിയ പിപ്പ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് എന്തായിരിക്കും? ചെറുതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായോ? ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ പെയർ തിരഞ്ഞെടുക്കുമ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ JBP JPY എടുക്കുകയാണെങ്കിൽ ആ ഒരു സമയത്ത് എൻട്രി എടുക്കുന്ന സമയത്ത് മിനിമം നിങ്ങൾക്ക് ഒരു 15 പിപ്പ് മുതൽ 20 പിപ്പ് വരെയെങ്കിലും എന്താണ് സ്റ്റോപ്പ് ലോസ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? മനസ്സിലായോ? എക്സ്പെക്ട് ചെയ്യണം. ആ ഒരു ഇതിൽ നമ്മൾ മിനിമം അതെങ്കിലും ചെയ്യേണ്ടി വരും. പക്ഷെ നമുക്ക് ഇതിന് അങ്ങനെ ചെയ്തു എന്ന് വെച്ചിട്ടുള്ള പ്രശ്നമല്ല. കറക്റ്റ് എൻട്രി ആണെങ്കിൽ നമുക്ക് 1:3 നമുക്ക് എടുക്കാം. പ്രശ്നമുള്ള സംഭവം 1:3 ഒക്കെ നമുക്ക് എടുക്കാം. കറക്റ്റ് എൻട്രി ആണെങ്കിൽ നമുക്ക് 1:3 ഒക്കെ എടുക്കാം. നമുക്ക് ഇപ്പോൾ അത് നോക്കിയേ, 122 പിപ്പാണ് അവിടുന്ന് ഇവിടെ വരെ വന്നത്. അത് JBP JPYയിൽ ഇവിടുന്ന് വന്നത് 122 പിപ്പ് ഇവിടെ വന്നു. എത്ര നമ്മൾ 28 പിപ്പിന് വെച്ചിട്ട് ഏകദേശം 122 പിപ്പ് വന്നു. ഈ ഒരു ലെവലിൽ വെക്കുമ്പോൾ 122. അതിന് നമ്മളിപ്പോൾ ഇതാണ് കൂട്ടെങ്കിൽ ഓക്കെ, അറുപത്തിനാല് വിപ്പ് 1:2 കിട്ടി നമുക്ക്. 64 വിപ്പ് എന്ന് പറഞ്ഞാൽ കിട്ടി നമുക്ക്. 28 56 1:2 പോയിന്റ് സംതിങ് കിട്ടി. അപ്പോൾ 64 വിപ്പ് കിട്ടി, നമുക്ക് എടുക്കാം. പക്ഷെ എന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ, നമ്മൾ സ്റ്റോപ്പ് ലോസിനെ കുറിച്ചിട്ട് ആദ്യം ചിന്തിച്ചിട്ട് വേണം എന്തെടുക്കാൻ, ട്രേഡ് എടുക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ഓരോ ട്രേഡ് ഞാൻ അങ്ങനെ വരച്ചിങ്ങനെ നോക്കിയിട്ട് എത്ര സ്റ്റോപ്പ് ലോസ് ഉണ്ട്, എത്ര ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ കാര്യം മനസ്സിലായോ? ഞാനിത് എന്തിനാ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതൊന്ന് നോക്കിയേ, ഞാനിത് എന്തിനാ പറഞ്ഞെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മള് കൂടുതൽ നമ്മൾ ട്രേഡിൽ ഇപ്പൊ ഞാൻ പറയാം 3 ട്രേഡാണ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ടൈറ്റ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് അടിച്ചു പോയത്. ഇന്നും ടൈറ്റ് 3 അല്ല 4 ട്രേഡ്. ഇന്നും അതൊരു ടൈറ്റ് സ്റ്റോപ്പ് ലോസ് ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര 2 പോയിന്റ് സംതിങ് ഒക്കെ അല്ലായിരുന്നു നമ്മൾ ഇന്ന് വെച്ചത്. 2 വെച്ചോ, USD വെച്ചത് യൂറോ വെച്ചത് 2.2 3 പോയിന്റ് സംതിങ് ആണ് വെച്ചത്. അതെന്ന് പറഞ്ഞാൽ ടൈറ്റ് സ്റ്റോപ്പ് ലോസ് തന്നെ നമുക്ക് കൂട്ടാം. പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ? എന്താ പ്രശ്നം?
ഇന്നത്തെ ആ 2 ട്രേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈറ്റ് സ്റ്റോപ്പ് ലോസ് ഒന്നും പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അത് അഗൈൻസ്റ്റ് നല്ലൊരു മൂവ് കിട്ടിയതാണ്. അപ്പോൾ നമുക്ക് ടൈറ്റ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഞാൻ ജസ്റ്റ് പറയുന്നു എന്ന് മാത്രം. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ടൈറ്റ് സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ എന്ത് സംഭവിക്കും? എന്താ സംഭവിക്കുക? എന്താ സംഭവിക്കുക? സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവും ഫ്രീക്വന്റ് ആയിട്ട്. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവും ചെയ്യും. ഒന്നാമത്തെ കാര്യം നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവും. 2 ഞാൻ വൈഡ് സ്റ്റോപ്പ് ലോസ് വെച്ചാലോ? ഞാൻ വൈഡ് സ്റ്റോപ്പ് ലോസ് വെക്കാം. വലുതാവും. വലുതാവും. കണ്ടില്ലേ, ഈ ക്യാനിൽ 56 ഒറ്റ എന്ന് വെച്ചാൽ 56 ഒരൊറ്റ ക്യാനിൽ സിംഗിൾ ക്യാനിൽ 56. അപ്പോൾ എനിക്ക് ഈ ഒരു ഇതിൽ വന്നിട്ട് നോക്കിയാൽ അറിയാം, നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നോക്കിയാൽ അറിയാം. ഈ ഇതിൽ വന്നിട്ടാണ് ക്യാൻഡിലുകൾ അടിച്ചു. ഇതിനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതിനൊക്കെ 50% കിട്ടിയിട്ടുണ്ട്. 50% കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇതിനൊക്കെ കിട്ടിയിട്ടുണ്ട് 50% നമുക്ക്. ഐ മീൻ ഈക്വിലിബ്രിയത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇത് കുഴപ്പമുള്ള സംഭവമല്ല. പക്ഷെ നമുക്ക് മിക്കവാറും എന്താ സംഭവിക്കുന്നത് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഓപ്പണിൽ വന്നിട്ട് ഇടിച്ചിട്ടാണ് മിക്കവാറും ഓപ്പണിൽ വന്നിട്ട് ഇടിച്ചിട്ടാണ് പോവുക. ഇത് ഈക്വിലിബ്രിയം കിട്ടിയിട്ടുണ്ട്. ഇത് ഈക്വിലിബ്രിയം കിട്ടിയിട്ടുണ്ടെന്നുള്ളത് നോക്കണം. വരച്ച് നോക്കിയാൽ തന്നെ അറിയുള്ളൂ നമുക്ക് ഈക്വിലിബ്രിയം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത്. വരച്ച് നോക്കണം. കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് വന്നിട്ട് ഇടിച്ചു പോയി. ഈക്വിലിബ്രിയം കിട്ടുകയാണെങ്കിൽ ഓക്കെയാണ്. എന്നാലും ഈ പറഞ്ഞ പോലെ യൂറോ USD വലിയ കുഴപ്പമില്ല. ഇത് 11.8 ഉണ്ട്. കണ്ടില്ലേ, അവിടുന്ന് ഇവിടെ വരെ 11.8 ഉണ്ട്. യൂറോ USD ചിലപ്പോൾ അതിനേക്കാളും കുറവ് കിട്ടും. ഈ JPY പെയറുകൾ വരുന്നത് ഒക്കെ എന്താ ഉണ്ടാവുക? ഇതുപോലെ എന്താ ഉണ്ടാവുക? ഇതുപോലെ നമുക്ക് വലിയ സ്റ്റോപ്പ് ലോസ് കിട്ടും. ഒന്നല്ലെങ്കിൽ നമുക്ക് GBP പെയറുകൾ വേണ്ടാന്ന് വെക്കാം. പക്ഷേ GBP പെയറുകൾ നമുക്ക് ഒഴിവാക്കിയിട്ട് ട്രേഡ് എടുത്താൽ എത്രത്തോളം തുടക്കത്തിൽ വേണമെങ്കിൽ നമുക്ക് JBP പെയറുകൾ എന്ത് ചെയ്യാം, ഒഴിവാക്കി വെക്കാം. നമുക്ക് GBP പെയറുകൾ അടിച്ചിട്ടുണ്ട് കേട്ടോ, സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട് ഞാൻ എടുത്തിട്ട്. JPY പെയർ ജപ്പാൻ yen അടിച്ചിട്ടുണ്ട്. JPY പെയറുകൾ നമുക്ക് വേണ്ടാന്ന് വെക്കാം. വേണ്ടാന്ന് വെക്കണോ? അല്ല, ഈ സ്റ്റോപ്പ് ലോസിന്റെ പോലെ നമുക്ക് പ്രോഫിറ്റ് അടിക്കൂലേ? സ്റ്റോപ്പ് ലോസിന്റെ ഒരു പ്രോഫിറ്റ് അടിക്കും. ഞാനത് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്നറിയോ? കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴും ഇതൊക്കെ ഞാൻ അങ്ങോട്ട് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡെപ്പോസിറ്റ് ചെയ്ത പൈസ, ഞാൻ എല്ലാവരുടെയും പൈസയും പറയുന്നില്ല, ഡെപ്പോസിറ്റ് പൈസ എന്താണ് പ്രൊട്ടക്റ്റ് ചെയ്യൽ മാത്രമല്ല, നിങ്ങളുടെ കയ്യിൽ ഞാൻ ഇന്നലെ ആരോ ഇന്നലെ സംസാരിച്ചു. എനിക്ക് തോന്നുന്നു എന്നോട് ഇന്നലെ രാത്രി ആരോ സംസാരിച്ച് ബാസിൽ. എൻ്റെ കയ്യിൽ $1000 ഉണ്ടെന്ന് വിചാരിച്ചോ. ഞാൻ ഒരു ഉദാഹരണം പറയാം. എൻ്റെ കയ്യിൽ $1000 ഉണ്ടെന്ന് വിചാരിച്ചോ. 0.05 അല്ലെങ്കിൽ 0.10 ലോട്ട് എടുക്കാൻ എനിക്ക് JBPയിലാണെങ്കിലോ യൂറോ USDയിലാണെങ്കിലോ ഒരു പേടി ഉണ്ടാവില്ല. ഞാൻ ഇന്നലെ സംസാരിച്ചല്ലേ, അത് ബാസിലിനോട് സംസാരിച്ചല്ലേ ഈ കാര്യം? ബാസിലിനോട് സംസാരിച്ചാണ്. ഒരു പേടി ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ വ്യൂ, ഇതിപ്പോൾ ഈ മാർക്കറ്റിന്റെ കണ്ടീഷൻ നിങ്ങൾക്ക് കുറച്ച് ദിവസം ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാം, മനസ്സിലാക്കാൻ പറ്റും. എന്താണ്, ഇവിടെ നിന്നൊരു പുള്ള് ഉണ്ടായിരിക്കും മാർക്കറ്റിൽ. ഇവിടെ നിന്നൊരു പുള്ള് ഉണ്ടായിരിക്കും. എന്തുകൊണ്ടാ? സ്ട്രോങ് ആയിട്ട് ഇവിടെ നിന്നൊരു പുള്ള് കിട്ടിയില്ലേ മോളിക്ക്? പുള്ളല്ല, പുഷ് കിട്ടിയില്ലേ? പുഷ് കിട്ടിയില്ലേ? നോക്ക് മോളിക്ക് നോക്ക്, ഇവിടെ നോക്ക്, മോളിക്ക് കിട്ടി. അവിടേക്ക് ഇറങ്ങി വന്നിട്ട് മാർക്കറ്റ് ചേഞ്ച് ചെയ്യാൻ തുടങ്ങിയോ? കണ്ടോ മാർക്കറ്റ് സ്ട്രക്ചർ എന്തിനാണ് നിങ്ങളെ പഠിപ്പിച്ചെന്നുള്ളത് ഇപ്പോൾ മനസ്സിലായോ? മാർക്കറ്റ് ചേഞ്ച് ചെയ്യാൻ തുടങ്ങിയോ? ഇവിടെ ഫേക്ക് ബ്രേക്ക് ഔട്ട് കിട്ടിയോ? ഇറങ്ങി വന്ന് കയറി പോയോ? ഫേക്ക് ബ്രേക്ക് ഔട്ട് കിട്ടിയോ? ഞാനൊരു ഏരിയയിൽ വരുമ്പോൾ, ഞാൻ എൻ്റെ കാര്യം പറയാം, നിങ്ങൾക്കല്ല. ഞാനൊരു ഏരിയയിൽ വരുമ്പോൾ ഞാൻ ഇതിൻ്റെ ഈക്വിലിബ്രിയം വരയ്ക്കും. വരച്ചിട്ട് ഞാനിവിടുന്ന് എൻട്രി വിടും. എവിടേക്ക് വയ്ക്കുക? ഞാൻ ഇവിടേക്കായിരിക്കും വയ്ക്കുക, ഇതിൻ്റെ മുകളിലേക്കായിരിക്കും വയ്ക്കുക. കാരണം ഇനി വീഴ്ച ഉണ്ടാവും, ഇവിടെ നല്ല വീണിരിക്കുന്നത്. ഇനി വീഴ്ച ഉണ്ടാവുകയാണെങ്കിൽ ഇവിടെ സംഭവിക്കും. ഞാൻ ഇവിടെ വരെ എൻട്രി വയ്ക്കും. സ്റ്റോപ്പ് ലോസ് എൻ്റെ മൈൻഡിലുണ്ടാവുക ഒരു പക്ഷേ ഇതായിരിക്കും സ്റ്റോപ്പ് ലോസ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഇതായിരിക്കും ഉണ്ടാവുക. ഈ സ്റ്റോപ്പ് ലോസ് ഞാൻ നോക്കും. നോക്കും? ഞാൻ എൻ്റെ കഥ പറയണുണ്ടോ, നിങ്ങളത് ചെയ്യരുത്. ഞാൻ ഇവിടെ എത്ര സ്റ്റോപ്പ് ലോസ് ഉണ്ട്? 194. ഓക്കെ ഫൈൻ. ഇവിടുന്ന് എത്ര കിട്ടും എനിക്ക്? 316 കിട്ടും. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ ഇരട്ടി കിട്ടുന്നുണ്ട്. 194 300 ഇരട്ടി കിട്ടുന്നില്ല, എന്നാലും 1.5 കിട്ടുന്നുണ്ട് എനിക്ക്. 1.5 കിട്ടുന്നുണ്ട്. ആ 1.5 എനിക്ക് മതി. ഈ പൈസ കളയാനും ഞാൻ തയ്യാറാണ്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ എന്തുള്ളതുകൊണ്ട് എൻ്റെ 1000 ഉള്ളത് കൊണ്ടും, ഞാൻ പറഞ്ഞ ഇത് നോക്കണം, എമൗണ്ട് നോക്കണം. 1000 ഉള്ളത് കൊണ്ടും, പിന്നെന്താ, ഞാൻ എടുക്കുന്ന ലോട്ട് 0.05 അല്ലെങ്കിൽ 0.10 അല്ലെങ്കിൽ 0.15
ആണെങ്കിൽ എനിക്ക് ഈ പൈസ ഞാൻ കളയാൻ തയ്യാറാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം മാർക്കറ്റ് ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ഒരു പുഷ് സംഭവിക്കും, മുകളിലോട്ടൊരു പുഷ് സംഭവിക്കും, മുകളിലോട്ടൊരു പുഷ് സംഭവിക്കും. അപ്പോൾ ഞാൻ ഇവിടെ വരെ വെയിറ്റ് ചെയ്യും, ഇവിടെ വരെ വെയിറ്റ് ചെയ്യും, ഇവിടെ വരെ താഴെ വെയിറ്റ് ചെയ്യും. പക്ഷെ എനിക്ക് നിങ്ങൾക്ക് അങ്ങനെ തരാൻ പറ്റുമോ? തരാൻ പറ്റുമോ? പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായി. എന്താ ആലോചിക്കുന്നത്? മനസ്സിലായി. അപ്പോൾ ഞാൻ ഈ പറഞ്ഞെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പല സ്ഥലത്തും കേട്ടിട്ടുണ്ടാവും. ഞാൻ തന്നെ എന്നോട് തന്നെ ചോദിക്കുന്നവരുണ്ട്, $10 ഇട്ടിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം, ഇല്ലേ? $10 ഇട്ടിട്ട് ട്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ ചുരുങ്ങിയ കാശ് കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ $50 $25 ഇട്ടിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ കേട്ടിട്ടില്ലേ? അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടുണ്ടാവും, ഇല്ലേ? കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. അതിൽ എത്ര പേര് $10 ഇട്ട് അല്ലെങ്കിൽ $15 ഇട്ട് അല്ലെങ്കിൽ $25 ഇട്ട് സക്സസ് ആയിട്ടുണ്ട്? സക്സസ് ആവില്ല, ജസ്റ്റ് കാര്യങ്ങൾ പഠിക്കാൻ നോക്കാം. $25 ഇട്ടിട്ട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമോ? പഠിക്കാൻ പറ്റില്ല, വാക്കൗട്ടായി പോകും. അല്ല, $25 ഇട്ട് ഞാൻ പറയട്ടെ, ആരാ സംസാരിക്കുന്നത് എനിക്കറിയില്ല, ഞാൻ ഇതിലായതുകൊണ്ട് എനിക്കറിയില്ല. ഷെയ്ഖ് പറഞ്ഞത് അത് ഷെരീഫാ? ഷെരീഫ്. ആ $25 ഇട്ടിട്ട് മറ്റേ ഷെരീഫ, $25 ഇട്ടിട്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ $25 നിങ്ങളുടെ പോവാണ് ആദ്യം സംഭവിക്കുന്നത്, അല്ലേ? ആദ്യം സംഭവിക്കുന്നത് എന്താണ്? പോവാണ്. $25 നിങ്ങളുടെ പോവല്ലേ? $25 പോവാണ്. $25 ഒന്നാമത്. രണ്ടാമത് $25 കളഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എത്ര ഡോളർ ഇട്ടിട്ടാണ് നിങ്ങൾ രണ്ടാമത് ട്രേഡ് ചെയ്യാം? ആദ്യം 25 പോയി, പിന്നെ 100 ഇട്ടിട്ട് വീണ്ടും ട്രേഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതും പഠിക്കാൻ പോവോ? പഠിക്കാം അത് കളഞ്ഞിട്ട് പറയാം ഞാൻ പഠിക്കാനാന്ന് പറയോ? എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യുന്ന ഓരോ ചെറിയ എമൗണ്ട്, ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾ ആഡ് ചെയ്യുന്ന ഓരോ ചെറിയ എമൗണ്ടിന് പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ടെക്നിക്കലായുള്ള കാര്യങ്ങളുണ്ട്. ടെക്നിക്കലായുള്ള കാര്യങ്ങൾ മാത്രമുണ്ട്. പിന്നെ ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഹണ്ടിങ്ങും നടക്കും അവിടെ. മനസ്സിലായോ? ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഹണ്ടിങ്ങും നടക്കും അവിടെ. ഐ മീൻ ഹണ്ടിങ് എന്ന് വെച്ചാൽ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് പോലുള്ള കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ ചെറിയ ഡോളർ ഇട്ടിട്ട് ചെയ്യുന്ന ആളുകളോടാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ സംഭവിക്കും. പറഞ്ഞു മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞാണ്, ഞാൻ ഇപ്പോഴും നിങ്ങളോട് ആരും ചെറിയ ഡോളർ ഇടരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ സംഭവിക്കും. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ചെറിയ ഡോളർ ഇട്ട് ചെയ്യുന്ന ആളുകളോട് സംഭവിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, $250 ഉണ്ടെങ്കിലും അല്ലെങ്കിൽ $200 ഉണ്ടെങ്കിലും കോൺഫിഡൻ്റ് ഉണ്ടെങ്കിൽ എടുക്കാം. എനിക്ക് ആ പൈസ പോവുകയാണെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ കോൺഫിഡൻ്റ് ഉണ്ടെങ്കിൽ എടുക്കാം. ഞാൻ എല്ലാവരോടും പറയുന്നത് $100 $250 $150 ഉണ്ടെങ്കിലും കോൺഫിഡൻ്റ് ഉണ്ടെങ്കിൽ എടുക്കാം. പക്ഷെ എന്താണ്, മാർക്കറ്റിൽ എല്ലാ സമയത്തും നമ്മൾ പറഞ്ഞ സ്റ്റോപ്പ് ലോസ് കിട്ടുമോ? കിട്ടില്ല എന്ന് പറഞ്ഞെന്നില്ല ഞാനിപ്പോൾ. കിട്ടുമോ? കിട്ടുമോ? ഞാൻ നിങ്ങൾക്ക് തന്നെ ചലഞ്ചിൽ പറഞ്ഞിരിക്കുന്നത് 7 pips ആണ് സ്റ്റോപ്പ് ലോസ്. നമ്മളിപ്പോൾ ഇതുവരെ കണ്ടതിൽ ഏതെങ്കിലും 7 pips ഒക്കെ യൂറോ USD കിട്ടും. കിട്ടില്ല എന്ന് ഞാൻ പറയില്ല. യൂറോ USD 7 pips കിട്ടും. യൂറോ USD കിട്ടും. പക്ഷേ ഈ JPY അല്ലെങ്കിൽ JPY ഉള്ള പെയറുകൾ അതിലൊന്നും 7 pips കിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എന്താ ഉണ്ടാവുക? ഒന്നല്ലെങ്കിൽ നമ്മൾ ട്രേഡ് ഒഴിവാക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ പോലെ ഇപ്പോൾ നിങ്ങൾക്ക് 7 pips ആണ് നിങ്ങൾക്ക് ഒരു ലോസ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ മൈൻഡോട് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് 7-ൽ നിന്ന് ഒരു 10 അല്ലെങ്കിൽ 10 അല്ല ഒരു 12 15 മാറ്റണം. മനസ്സിലായോ എല്ലാവർക്കും? $10 ഇട്ടവന് പറ്റുമോ? $10 ഇട്ടവന് ഇപ്പോൾ $10 ഇട്ട് ട്രേഡ് ചെയ്തവന് ഇപ്പോൾ വാഷ് ഔട്ട് ആയിട്ടുണ്ടാവും. പറ്റുമോ? $10 ഇട്ടവന് പറ്റുമോ? ഷാനിദ് പറ്റുമോ? ഷാനിദേ പറ്റുമോ? ബാസിൽ പറ്റുമോ? പറ്റില്ല. അപ്പൊ അതാണ് പറഞ്ഞത്, നിങ്ങളിൽ ഇരിക്കുന്ന എമൗണ്ട് നിങ്ങളിലിപ്പോ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ 1000 ഉണ്ടെങ്കിൽ 5 10 15 ഞാൻ പറഞ്ഞത്. 1000 ഉണ്ടെങ്കിൽ 100 ഉണ്ടെങ്കിൽ ഞാൻ 5 10 15 എടുക്കാൻ പാടുണ്ടോ? ലോട്ട് എടുക്കാൻ പാടുണ്ടോ? 1000 പകരം 100 ആണെങ്കിൽ 0.01 എടുക്കുക എന്നാണ് ഞാൻ പറയാം. കോൺഫിഡൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പൈസ പോവുകയാണെങ്കിൽ കുഴപ്പമില്ല, മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും എന്നുണ്ടെങ്കിൽ 0.02 കിടക്കും. 0.02 കിടക്കാം. ട്രേഡിംഗ് ഒരു സ്കില്ലായി നിങ്ങളുടെ കയ്യിലെത്തുന്ന സമയത്ത് എന്താ വേണ്ടത്? നിങ്ങളുടെ കയ്യിലെത്തുന്ന സമയത്ത് നിങ്ങൾ പതുക്കെ ലോട്ട് കൂട്ടുക. ബോറടിക്കുന്നുണ്ടത്? ഞാൻ പൈസ ഒറ്റ ദിവസം കൊണ്ട് പൈസ ഉണ്ടാക്കാവുന്ന എത്ര ആൾക്കാരുടെ ഇവിടെ? സാന്നിധ്യം ഒറ്റ ദിവസം കൊണ്ട് പൈസ ഉണ്ടാക്കാവുന്ന ആളല്ലേ? എങ്ങനെ ഗജിയൊക്കെ അങ്ങനെയാണ് പറഞ്ഞിരിക്കണമെന്ന് തോന്നുന്നുണ്ട്. പേട്ടയിലൊക്കെ അങ്ങനെയാണ് പറഞ്ഞതെന്നാണ് ഞാൻ അറിഞ്ഞത്.
അല്ല, എല്ലാവരും മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. പൈസ ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന മൈൻഡ് സെറ്റാണ്. അപ്പോൾ ഇത് പറഞ്ഞു മനസ്സിലായോ എല്ലാവർക്കും? അപ്പോൾ സ്റ്റോപ്പ് ലോസ് മാക്സിമം ട്രൈ ചെയ്യും. പക്ഷേ നമുക്കൊരു നല്ല സ്റ്റോപ്പ് ലോസ് കിട്ടണമെങ്കിൽ, നല്ല സ്റ്റോപ്പ് ലോസ് നല്ല എൻട്രി കിട്ടണമെങ്കിൽ ചില സമയത്ത് നമുക്ക് എന്തുണ്ടാവും, വലിയ സ്റ്റോപ്പ് ലോസ് സംഭവിക്കും. വലിയ സ്റ്റോപ്പ് ലോസ് സംഭവിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇത് മൈൻഡ് കൊണ്ട് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യോ? മൈൻഡ് കൊണ്ട് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തോ? സംഭവിക്കും എന്നുള്ള കാര്യം ആക്സെപ്റ്റ് ചെയ്തോ? ആഷിം, മൈൻഡ് കൊണ്ട് ആക്സെപ്റ്റ് ചെയ്തോ? ചില സമയത്ത് 10ഉം 15ഉം പിപ്പ് സ്റ്റോപ്പ് ലോസ് വേണ്ടി വരും. നമ്മൾ സ്റ്റോപ്പ് ലോസ് മാത്രമായിട്ട് പറഞ്ഞു മനസ്സിലായോ? കാരണം ചില സമയത്ത് വേണ്ടി വരും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് 15ഉം വെച്ചാൽ 15ഉം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കും. അതും കൂടി ഞാൻ പറയുന്നത്, സ്റ്റോപ്പ് ലോസ് അടിക്കും. അടിച്ച് കഴിഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്യാനുള്ള മൈൻഡ് വേണം ആദ്യം. അല്ലെങ്കിൽ ആ മൈൻഡ് എങ്ങനെ ഉണ്ടാവുക? നിങ്ങൾ പൈസ ഉണ്ടാകുമ്പോഴേ മൈൻഡ് ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് $10 വെച്ചുകൊണ്ട് എടുത്ത് ഒറ്റ സ്റ്റോപ്പ് ലോസ് അടിക്കുക, 15 പിപ്പ് അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പൈസ പോയില്ലേ? പോവും. അപ്പൊ ആ രണ്ട് കാര്യം കണക്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ ചെറിയ പൈസ കൊണ്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. നിങ്ങൾ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ പോയിട്ട് പഠിക്കാനാണ്, $20 ഇട്ടിട്ട് പഠിക്കാനാണ്, അല്ലെങ്കിൽ $25 ഇട്ട് $10 ഇട്ട് പഠിക്കാനാണെങ്കിൽ നടക്കില്ല എന്നുള്ള കാര്യം ഇതിന് മുന്നേ ആശയം ചെയ്തിട്ടുണ്ടോ? ട്രേഡ് ചെയ്തിട്ടുണ്ടോ? $10 ഇട്ട് $5 ഇട്ട് ഇവിടെ ട്രേഡ് ചെയ്തിട്ടുണ്ട്. ഷാനവാസ് ട്രേഡ് ചെയ്തിട്ടില്ലേ? കേൾക്കുന്നുണ്ട്. എത്ര പ്രാവശ്യം വാഷ് ഔട്ട് ആയി പോയിട്ടുണ്ട്? എത്ര? 4-5 പ്രാവശ്യം എന്നോട് പറയണല്ലേ, അതിനും കൂടുതൽ പോയിട്ടുണ്ടാവും. ഓക്കെ, എന്നിട്ട് അതിൽ നിന്ന് വാഷ് ഔട്ട് ആയിട്ട് പോയെന്ന് എന്തെങ്കിലും പഠിച്ചോ? വാഷ് ഔട്ട് ആയി പോകുന്നു എന്നല്ലാണ്ട് അതിന് എന്തെങ്കിലും പഠിച്ചോ? ഇല്ല, ഇപ്പൊ സംഭവം മനസ്സിലായി. അത്യാവശ്യം നല്ലൊരു അത്യാവശ്യം ഒരു ബാലൻസ് നമ്മുടെ കയ്യിൽ വേണം. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലേ, അന്ന് $10 ഇട്ടിട്ടുണ്ടെങ്കിൽ $100 ഇട്ടാലും കാര്യമില്ല. കാരണം പഠിക്കാണ്ട് ഇതിൽ കൊണ്ടുവന്നിട്ട് എത്ര ഡോളർ ഇട്ടാലും കാര്യമില്ല, $1,00,000 ഇട്ടാലും കാര്യമില്ല. ഇപ്പൊ പറഞ്ഞല്ലേ, ഇപ്പൊ ഒരു $100 ഇട്ടിട്ടുണ്ടെങ്കിൽ ഷാനവാസിന് അറിയാം എനിക്ക് 0.01 ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്തുകൊണ്ട് പോയി, ഇപ്പൊ 4-5 പ്രാവശ്യം എന്നോട് പറഞ്ഞല്ലോ, 4-5 പ്രാവശ്യം പോയി വാഷ് ഔട്ട് ആയി എന്നുള്ള കാര്യം എന്തുകൊണ്ട് പോയി എന്നുള്ളത് ഇപ്പോൾ ഒരു റീസൺ അറിയാം. മര്യാദയ്ക്ക് ചെയ്യുമ്പോൾ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. സ്റ്റോപ്പ് ലോസും സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വെച്ചിട്ട് ചെയ്യുന്ന കാര്യമാണ്. ഷാനവാസ് ഒന്നും അങ്ങനെ ചെയ്തല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാനിൽ കയറുമ്പോൾ ചാടി എടുക്കും, ക്യാനിൽ ഇറങ്ങുമ്പോൾ അതുപോലെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത ആൾക്കാരുണ്ട്, അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇത് മര്യാദയ്ക്ക് ചെയ്യുമ്പോഴുള്ള കാര്യമാണ് പറഞ്ഞത്. സ്റ്റോപ്പ് ലോസും ടാർഗറ്റും റിസ്ക് റിവാർഡും കാര്യങ്ങളും വെച്ച് ചേരുമ്പോൾ പോലും സ്റ്റോപ്പ് ലോസ് നമ്മൾ വിചാരിച്ച രീതിയിൽ, സ്റ്റോപ്പ് ലോസ് എന്ന് വെച്ചാൽ 6-7 പിപ്പിൽ കിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്, കിട്ടും. പക്ഷെ കിട്ടാതിരിക്കുകയും ചെയ്യും. മോസ്റ്റ്ലി ചിലപ്പോൾ കിട്ടാതിരിക്കുകയായിരിക്കും ചെയ്യാം, 6-7 പോയിന്റിൽ കിട്ടാതിരിക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് $1, $1.5, ചിലപ്പോൾ $2 വരെ എനിക്കൊരു ട്രേഡിൽ നഷ്ടം വരുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ള ആക്സെപ്റ്റ് ചെയ്യാനുള്ള മൈൻഡ് ഉണ്ടെങ്കിൽ, മനസ്സിലായോ? ഒരു മൈൻഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ് എല്ലാവരോടും പറഞ്ഞത്. അത് ഉണ്ടാവണമെങ്കിൽ $10 $2 പോകാന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ഇതാണ്. ഞാനിത് പറഞ്ഞിരുന്നു, സൈക്കോളജിക്കൽ മണി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിരുന്നു. $100 $2 പോകാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത്ര വലിയൊരു പ്രശ്നം വരില്ല. മനസ്സിലായോ? അപ്പൊ എന്തുകൊണ്ട് ക്യാപിറ്റൽ വേണം എന്നാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ട് ക്യാപിറ്റൽ നിങ്ങൾ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ആഡ് ചെയ്യേണ്ടതിന്റെ ഇമ്പോർട്ടന്റ് എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? ഇനി ഇതിൽ ഇതുവരെ ട്രേഡ് എടുക്കാത്ത ആളുകൾ ആരാള്? നവാസ് ട്രേഡ് എടുക്കുന്നുണ്ടോ? ഇന്നലെ ഇന്നും ആയിട്ട് എടുത്തു. അക്കൗണ്ട് ഡീറ്റെയിൽ അയച്ചെന്നില്ലല്ലോ. അക്കൗണ്ട് ഡീറ്റെയിൽ ഒന്ന് അയച്ചു കേട്ടോ. എനിക്ക് നമ്പർ ഒന്നും വെച്ചിട്ട് സ്ക്രീൻഷോട്ട് വെച്ചിട്ട് അയച്ചു കേട്ടോ. സജിത് ഭായ്, എന്താണ് ട്രേഡ് എടുക്കാനായോ? അതെങ്ങനെ നോക്കിയിരിക്കോ? എത്ര കാലം നോക്കിയിരിക്കും? ക്ലിയർ ആണ്. കറണ്ട് ഇല്ല? എന്താ കറണ്ട് ഇല്ല? അത് കേബിളിന്റെ പരിപാടി അല്ലേ? ഓക്കെ. അല്ല, ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലായോ സജിത് ഭായ്? കാരണം എന്ന് വെച്ചാൽ നമ്മൾ ലോസും കൂടി ലോസും കൂടി ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് അറിയാലോ. ഇപ്പൊ ഇതിലെല്ലാവരെക്കാളും അനുഭവമുള്ളതാണ് സജിത് ഭായിക്കുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യ മാർക്കറ്റിലൊക്കെ പറഞ്ഞ പോലെ തന്നെ പോയി വാഷ് ഔട്ട് ചെയ്താണല്ലോ, പലപ്പോഴും വാഷ് ഔട്ട് ചെയ്തല്ലേ. ലോസും കൂടി ഇത്ര പെർസെൻറ്റേജ് ലോസും കൂടി ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ആദ്യം ലോസ് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സൈക്കോളജിക്കലായുള്ള ഇഷ്യൂസ് കുറേ തീരും നമ്മൾ ലോസും കൂടി ആക്സെപ്റ്റ് ചെയ്യും. അതാണെങ്കിൽ നമ്മൾ ട്രേഡ് എടുത്ത് തുടങ്ങണം.
നമ്മൾ ഞാൻ കൂടുതൽ പറയുന്നില്ല, സജിവായിക്ക് അറിയാം. ട്രേഡ് എടുത്ത് തുടങ്ങിയാൽ ചെറിയൊരു ലോട്ടിൽ നിന്ന് ചെറിയ ലോട്ടിൽ ട്രേഡ് എടുത്ത് തുടങ്ങിയാൽ അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ സയൻറ്റിഫിക് എന്നല്ല അതിൻ്റെ ലോജിക്കായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് പിടുത്തം കിട്ടും, കാര്യങ്ങൾ കുറച്ചൊക്കെ പിടുത്തം കിട്ടും. ഞാനിപ്പോൾ പറഞ്ഞതാണ് 9 ട്രേഡാണ് ലോസിൽ വന്നത്. പക്ഷെ നമുക്ക് ആദ്യത്തെ 4 ട്രേഡിൽ 2 ട്രേഡ് നല്ല പ്രോഫിറ്റ് കിട്ടിയിരുന്നു. ആ 4 ട്രേഡിൽ 2 ട്രേഡ് പ്രോഫിറ്റ് കിട്ടിയ ആൾക്കാർ ഇപ്പോൾ കറക്റ്റായിട്ട് എല്ലാ ട്രേഡും എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പകുതി ലോസ് ഉണ്ടായിരിക്കുള്ളൂ. പിന്നെ രണ്ടാമതൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ 4 ട്രേഡും ഒക്കെ 0.01 പിന്നെ അതിനുശേഷമുള്ള ട്രേഡൊക്കെ 0.02 കൂട്ടി. ആ കൂട്ടിയപ്പോൾ 0.02 അടുപ്പിച്ച് നമുക്ക് ലോസ് വാങ്ങും. അപ്പോൾ ലോസ് ഇരട്ടിയായി. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് മണി മാനേജ്മെന്റിന്റെ കാര്യങ്ങളും കുറച്ച് കാര്യങ്ങളും ഇതൊക്കെ 0.01 0.02 നടക്കും. അപ്പോൾ 0.5 അല്ലെങ്കിൽ 10 വരുമ്പോൾ ചെറിയ എമൗണ്ട് ഉള്ള ആളുകൾക്ക് വലിയൊരു എമൗണ്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആ ഒരു ഫീലിംഗ് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ എടുത്ത് തന്നെ തുടങ്ങണം. ഞാൻ എല്ലാവരോടും പറയുന്നത് എടുത്ത് തന്നെ തുടങ്ങണം. പിന്നെ അത് മാത്രമല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കും വേണം. നമുക്ക് ഇങ്ങനെയൊക്കെ ലോസ് സംഭവിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നമുക്ക് ട്രേഡിങ്ങിൻ്റെ ഇടയിൽ സംഭവിക്കാം. പക്ഷേ ഇതെല്ലാം ഇതിൻ്റെ ആദ്യത്തെ 4 ട്രേഡ് നിങ്ങൾ എല്ലാവരും കണ്ടല്ലേ. കാരണം എന്ന് വെച്ചാൽ ഇതിനെല്ലാം നമുക്ക് റിക്കവർ ചെയ്യാൻ 1-2 ട്രേഡ് മതി. ഈ 9 ട്രേഡ് എന്നുള്ളത് നമുക്ക് പറഞ്ഞാൽ കറക്റ്റ് ഒരു 3 ട്രേഡ് കിട്ടുക അല്ലെങ്കിൽ 4 ട്രേഡ് കിട്ടുകയാണെങ്കിൽ 9 ട്രേഡ് നമ്മളെന്താവും റിക്കവർ ചെയ്തെടുക്കും. മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? ഇതാണ് അനാലിസിസ് ഇന്നത്തെ അനാലിസിസ് എന്ന് പറഞ്ഞത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് എങ്ങനെയാണ് നമ്മൾ അനാലിസിസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഒപ്പം ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എത്ര പിപ്പ് ലോസായി എത്ര പിപ്പ് പ്രോഫിറ്റായി ഓരോ ട്രേഡിൻ്റെയും വെച്ചിട്ട് ഒരു വീക്കിലി ഇത്ര പിപ്പ് എനിക്ക് ലോസ് ആയിരുന്നു അല്ലെങ്കിൽ ഇത്ര പിപ്പ് എനിക്ക് പ്രോഫിറ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആ ടോട്ടൽ പിപ്പിന്ന് ഇത് മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ചെറിയ എമൗണ്ടൊക്കെ നിങ്ങൾക്ക് എന്തുണ്ടാവുള്ളൂ, ലോസ് ഉണ്ടാവുള്ളൂ. ചെറിയ എമൗണ്ടൊക്കെ ലോസ് ഉണ്ടാവുള്ളൂ. 0.01 എടുക്കുമ്പോൾ ചെറിയ എമൗണ്ട് ലോസ് ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾക്ക് വിഷ്വലി നിങ്ങൾക്ക് മുന്നിൽ പറയുന്ന പോലെയല്ല, നിങ്ങൾക്ക് അത് കാണുമ്പോൾ, നിങ്ങൾ തന്നെ ചെയ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഇട്ടുകൊണ്ട് പോകാൻ തോന്നില്ല, അല്ലെങ്കിൽ പറഞ്ഞ പോലെ നിരാശ തോന്നില്ല, കാര്യങ്ങളൊന്നും തോന്നില്ല. എനിക്ക് വളരെ ഹാപ്പി ആയി തോന്നിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരാൾ പോലും ഇതിൽ എനിക്ക് പ്രോഫിറ്റ് ലോസ് ആയിട്ട് ഒരാൾ പോലും ഞാനിത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞില്ല എന്നുള്ളതാണ്. അതാണ് ഈ ബാച്ചിൻ്റെ ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. കാരണം എന്ന് വെച്ചാൽ അത് പ്രത്യേക അപ്രീസിയേഷൻ കൊടുക്കണം എല്ലാവർക്കും. കാരണം ഒരാൾ പോലും, ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ആരെങ്കിലുമൊക്കെ ഒരാൾ ചെയ്യാതിരിക്കുന്നുള്ളത്. പക്ഷെ ഒരാൾ പോലും ചെയ്യാതിരിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അത് ഈ ബാച്ചിന് സത്യം പറഞ്ഞാൽ ബാച്ചിന് ഒരു അപ്രീസിയേഷൻ വേണം. കാരണം എനിക്ക് ഫസ്റ്റ് ബാച്ചിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ചെയ്യാന്ന് പറഞ്ഞ ആളുകൾ പോലും അവസാനമായപ്പോൾ പിന്നെ സൈലന്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ബാച്ചിനേക്കാളും കാര്യങ്ങൾ കുറച്ചും കൂടി കൂടുതലും മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവാം. ലോസ് ഉണ്ടാവും, ഞാൻ വീണ്ടും പറഞ്ഞ ലോസ് ഉണ്ടാവും. പക്ഷെ നമുക്ക് അതൊക്കെ റിക്കവർ ചെയ്ത് കാര്യങ്ങളൊക്കെ പോകും. അത് പിന്നെ പതുക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രോഫിറ്റിലോട്ട് കയറും. ഒറ്റ നാൾ കൊണ്ടൊന്നും പ്രോഫിറ്റിലോട്ട് കയറാൻ പറ്റില്ല. എന്തുകൊണ്ട് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ആദ്യം സൈക്കോളജിക്കലായ ഇഷ്യൂസ് ഉണ്ട്, അത് ക്ലിയർ ചെയ്യണം. രണ്ടാമത് നിങ്ങളതിൽ എടുക്കുന്ന എമൗണ്ട് വളരെ ചെറിയൊരു എമൗണ്ടാണ്. അത് പറഞ്ഞ പോലെ അത് നിങ്ങൾക്കൊരു കോൺഫിഡൻറ്റ് വരണം. അതിൽ വെച്ച് ട്രേഡ് എടുക്കാൻ പറ്റുന്നുള്ള ഒരു കോൺഫിഡൻറ്റ് വരണം. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ ലോട്ട് കൂട്ടിയെടുക്കാം. അല്ലെങ്കിൽ പറഞ്ഞ പോലെ തന്നെ ട്രേഡിംഗ് സെറ്റപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാം. ഇപ്പോൾ എല്ലാവർക്കും ട്രേഡിംഗ് സെറ്റപ്പിന് വെയിറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടാവും? ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇന്ന ഏരിയയിൽ ചില സമയത്ത് ഞാൻ ഒഴിവാക്കി വിടാറുണ്ട്. അത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്തത് ഒഴിവാക്കി വിട്ടെന്നുള്ളത്? ഉണ്ടോ? വേറെ ആർക്കെങ്കിലും ഉണ്ടോ? ഇപ്പോൾ ഒരു മണിക്കൂറൊക്കെയാണ് നമ്മൾ ട്രേഡിംഗ് സെറ്റപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. 1 മണിക്കൂർ തന്നെ അനാലിസിസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ട്രേഡിംഗ് സെറ്റപ്പിന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. പിന്നെ വേറെ കാര്യം പറയുന്നത് വെച്ചാൽ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നത് ഹൈ ടൈം ഫ്രെയിമിലാണ്. നിങ്ങൾ എത്രത്തെ ആൾക്കാർ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. ഇതിപ്പോൾ 1 hourന്റെ ടൈം ഫ്രെയിമാണ്. കണ്ടോ? ചാർട്ട് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് 1 hourന്റെ ടൈം ഫ്രെയിമാണ്. അപ്പോൾ ഞാൻ നോക്കുന്നത് 2 സെറ്റപ്പാണ് ഞാൻ നോക്കുക. ഒന്ന് എൻഡിൽ എടുക്കുക. മനസ്സിലായോ? ഇത് എൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇതൊരു സിങ്ങിൻ്റെ എൻഡാണ്. മനസ്സിലായോ? അല്ലേ? ഇതൊരു സിങ്ങിൻ്റെ ഹൈയും ഇതൊരു സിങ്ങിൻ്റെ ലോ അല്ലേ? അല്ലേ? അപ്പോൾ 1 hourൽ ഇവിടുന്ന് ഒരു സിങ് കയറിപ്പോയി പിന്നെ തിരിച്ചിവിടെ ഇറങ്ങണമെങ്കിൽ എത്ര സമയം എടുക്കും എന്നുള്ളതൊന്ന് നിങ്ങളൊന്ന് ആലോചിക്കാം. ഒന്നാമത്തെ കാര്യം, ഒരുപാട് സമയം എടുക്കും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൽ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ നോക്കും. പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഈ പറഞ്ഞ പോലെ ഓർഡർ ബ്ലോക്കുകൾ നോക്കും. അപ്പോൾ ആ ഓർഡർ ബ്ലോക്കുകൾ നോക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു ട്രേഡിംഗ് സെറ്റപ്പ് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ട്രേഡ് കിട്ടാൻ വേണ്ടി, ട്രേഡിംഗ് സെറ്റപ്പ് അല്ല, ഒരു ട്രേഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കുന്നത്. രണ്ടാമത് നോക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ ട്രേഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു സമയത്ത് എടുക്കുമ്പോഴാണ് പലപ്പോഴും ഈ പറഞ്ഞ പോലെ എന്ത് സംഭവിക്കുന്നത്, എന്ത് സംഭവിക്കുന്നത്, ഓപ്പോസിറ്റ് കാര്യങ്ങൾ സംഭവിക്കുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്ന് പറഞ്ഞത്, ഇത് ആക്ച്വലി
ഈ ഒരു ക്യാൻഡിൽ വന്നിട്ട് തിരിച്ചുപോയി, ഈ ക്യാൻഡിൽ വന്നിട്ട് തിരിച്ചുപോയി, ഉദാഹരണം ഞാൻ പറയണം കേട്ടോ. ഈ ക്യാൻഡിൽ വന്നിട്ട് തിരിച്ചു പോയിട്ട് എൻ്റെ എന്തായിരിക്കും, നമ്മൾ വെക്കുന്ന മാക്സിമം എന്തായിരിക്കും, ഇതിലായിരിക്കും വെക്കുക. അപ്പോൾ അവിടെ എത്തിയോ, ഈ ക്യാൻഡിൽ സിംഗ് അവിടെ എത്തിയോ? ഇല്ല. വീണ്ടും തിരിച്ചിറങ്ങി. ഇതിപ്പോൾ പറഞ്ഞ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്ന് പറയാൻ ഒരു ചെറിയൊരു മുട്ടിട്ടുള്ളൂ. ചിലതെന്താ സംഭവിക്കുക, താഴത്തേക്ക് ഇറങ്ങി നമ്മൾ സ്റ്റോപ്പ് ലോസും കൊണ്ട് മുകളിൽ കയറി പോകും. കണ്ടോ അത് ഉദാഹരണം പറഞ്ഞ് മനസ്സിലായോ? ആർക്കെങ്കിലും മനസ്സിലായോ? ഞാൻ തന്നെ ആദ്യം പറഞ്ഞത്. പക്ഷെ ഇങ്ങനെയുള്ള ഏരിയയിൽ വരുമ്പോൾ നമുക്ക് ഇത്തിരി കൂടി കോൺഫിഡൻ്റ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? ഇത് സിംഗ് ഹൈയും സിംഗ് ലോ ആണ്. അപ്പൊ എന്താ വെച്ചാൽ ഇവിടെ ഉള്ളതിനേക്കാൾ കൂടുതൽ എന്ന് വെച്ചാൽ സെൻട്രൽ ഈ പറഞ്ഞ ഇവിടെ ഈ ഒരു ഏരിയയിൽ ഉണ്ടാകുന്നേക്കാൾ കൂടുതൽ ബയേഴ്സും സെല്ലേഴ്സും എവിടെ ഉണ്ടാവുക? ഇവിടെ അല്ല ഉണ്ടാവുക, അല്ലേ? ലോജിക്കലി ഇവിടെ അല്ല ഉണ്ടാവുക, അല്ലേ? അപ്പോൾ ഈ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ നമുക്ക് കോൺഫിഡൻറ്റ് കൂടും. കാരണം എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് വന്നൊരു വീഴ്ച വന്നു, ഇവിടുന്ന് കയറി മോളിലേക്ക് കയറി പോകണു. ഇനി ഇവിടേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് കോൺഫിഡൻറ്റ് കൂടും, ട്രേഡ് എടുക്കാൻ കോൺഫിഡൻറ്റ് കൂടും. പക്ഷേ എത്തേണ്ട സമയം എന്തോരമുണ്ട്? ഒരുപാട് സമയം ഉണ്ടല്ലോ. കാരണം 1 hour അല്ലേ? 1 hour അല്ലേ? എത്തേണ്ട സമയം എന്തുണ്ട്? 1 hour അല്ലേ? അപ്പോൾ അതൊരു വേറൊരു ഘടകം കൂടിയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഇടയിൽ വെച്ചെടുക്കുന്നതിലേക്ക് നമുക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടാനുള്ള സാധ്യത ഇവിടത്തേക്കാളും സാധ്യത കൂടുതലാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടത്തേക്കാളും സാധ്യത കൂടുതലാണ്. മനസ്സിലായത്? മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായല്ലോ? എന്തുകൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ടല്ലോ? പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ എന്തുകൊണ്ടാണ് സ്റ്റോപ്പ് ലോസിന്റെ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയും പറഞ്ഞ പോലെ ചിലപ്പോൾ മണിക്കൂറുകളോ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും. കേൾക്കുന്നുണ്ടോ? എല്ലാവരും കേൾക്കുന്നില്ലേ? ഒരു സെറ്റപ്പിന് വേണ്ടി മണിക്കൂറോളം വരും. ഇനി ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി എൻ്റെ പ്രതീക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇപ്പൊ ഇവിടുന്ന് ഒരു വലിയൊരു വീഴ്ച വന്നു, ഇതിപ്പോൾ ഇതാണെന്ന് വിചാരിച്ചോ, എക്സാമ്പിൾ എന്താ ഒരു ഫേക്ക് ബ്രേക്ക്ഔട്ട് തന്നിട്ടാണെന്ന് വെച്ചു. കാരണം ഒരു വലിയ ക്യാൻഡിൽ താഴോട്ട് വന്നില്ലേ എന്ന് വെച്ചാൽ, ഇവിടുന്ന് ഒരു വലിയൊരു വീഴ്ച വീണിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത ലക്ഷ്യം എന്താണെന്ന് അറിയോ? ഇവിടെയാണ്. കാരണം നോക്കിയേ, ഇവിടുന്നല്ല വലിയൊരു പോക്ക് പോയത് അല്ലേ? ഇവിടുന്നല്ല സ്ട്രൈറ്റ് ഒരു പുഷ് കിട്ടിയത് അല്ലേ? ഇവിടെ വന്നപ്പോഴല്ലേ? കേൾക്കുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് ചിലപ്പോൾ ഞാൻ ഈ ഏരിയയിലേക്ക് വെയിറ്റ് ചെയ്ത് കൊടുക്കും. നിന്നാൽ ഞാൻ പറഞ്ഞാണ് കേട്ടോ, എൻ്റെ ഒരു കൺസെപ്റ്റ് ഞാൻ പറഞ്ഞു. ഈ ഏരിയയിലേക്ക് വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ എനിക്കുള്ള അഡ്വാൻറ്റേജ് എന്താണ്? മാർക്കറ്റ് ഓൾറെഡി കാണിച്ചു തന്നിട്ട് അവിടുന്ന് ഒരു വലിയൊരു പുഷ് ഉണ്ടാവുന്നത്. എനിക്ക് ഇവിടെ വരെ മിനിമം എന്ത് കിട്ടും? അവിടെ വരെ പ്രോഫിറ്റ് നമുക്ക് നോക്കാം. സ്റ്റോപ്പ് ലോസ് ഞാൻ പറഞ്ഞ പോലെ ഇതിൽ അല്ലെങ്കിൽ ഈ ഒരു ഇതിൽ വെക്കും. അത് കണ്ടീഷൻ നോക്കിയിട്ട് ഞാൻ വെക്കും, സ്റ്റോപ്പ് ലോസ് ഞാൻ വെക്കും. പക്ഷെ നിങ്ങൾക്ക് അത് പറഞ്ഞു തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് അറിയാം? നിങ്ങളടുത്ത് അത് ഉള്ള ഇതില്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ വെക്കുമ്പോൾ തന്നെ കണ്ടില്ലേ 45 പിപ്പായി ഇവിടേക്ക് വെക്കുമ്പോൾ. ഇതിൻ്റെ താഴെ വെക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലും കൂടും. എത്ര? 66 പിപ്പായി. എനിക്കിത് ഇവിടെ വന്ന് തിരിച്ചു പോകുന്നുള്ള കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമില്ല, വെക്കാം. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ പറഞ്ഞെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇനിയും വെയിറ്റിംഗ് തുടരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയുള്ളതിനേക്കാളും കൂടുതൽ വെയിറ്റിംഗ് ആയിരിക്കും ചിലപ്പോൾ. ഇതുവരെ ചെയ്തതിനേക്കാളും കൂടുതൽ വെയിറ്റിംഗ് ആയിരിക്കും ചിലപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത്. പ്രശ്നമുണ്ടോ? ആർക്കെങ്കിലും വെയിറ്റ് ചെയ്യുന്നതിന്റെ പ്രശ്നമുണ്ടോ? വെയിറ്റ് ചെയ്യുന്ന പ്രശ്നമുണ്ടോ? ആരെ കുഴപ്പമില്ലാന്ന് പറഞ്ഞ ആള്? ഞാനാണ് ആശിം. അതിന് ആശിം അതിന് ട്രേഡ് എടുക്കുന്ന വൈകുന്നേരം മാത്രമല്ല എടുക്കുന്നുള്ളൂ. ബാക്കിയുള്ള ആളുകൾ ഫുൾ ടൈം എടുക്കുന്ന ആളുകളുണ്ട് ഇവിടെ. അതാ ഞാൻ പറഞ്ഞത്. ബാസിൽ പ്രശ്നമുണ്ടോ? ബാസിൽ പിന്നെ ഇടയ്ക്ക് വന്ന് ട്രേഡ് മിസ്സിംഗ് ആവും. ബാസിൽ എപ്പോഴും ഷെരീഫ് പോയോ? ഷെരീഫിന് പുറടിച്ച് പോയി. ഇല്ല, ഷെരീഫുണ്ട്. വേറെ ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? എടുക്കുന്ന സമയത്ത് നോട്ടിഫൈ ചെയ്യാൻ എന്തെങ്കിലും സംവിധാനം? എൻട്രി എടുക്കുന്ന സമയത്ത് ഗ്രൂപ്പിലിടുകയാണെങ്കിൽ അല്ലേ, എൻട്രി വരുന്ന സമയത്ത് അല്ലേ? പ്രശ്നം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ എടുക്കുന്ന എൻട്രിയുടെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാരണം ഞാൻ അപ്പത്തെ ക്യാനിൽ നോക്കിയിട്ടാണ് എടുക്കുക. നിങ്ങൾക്ക് എടുത്തുതരാം. എനിക്ക് നേരത്തെ പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ബ്രേക്ക്ഔട്ട് എന്താണെന്നുള്ളത് ഞാൻ നോക്കും. ഫേക്ക് ബ്രേക്ക്ഔട്ട് അതിനാണ് ഞാൻ വരച്ച് വെച്ചിരിക്കുന്നത്. ഫേക്ക് ബ്രേക്ക്ഔട്ട് ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരച്ച് വെച്ചിരിക്കുന്നത്. ഇത് ഫേക്ക് ബ്രേക്ക്ഔട്ട് ആണെങ്കിൽ എൻ്റെ ആദ്യത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇവിടെ നോക്കും ലാസ്റ്റ് സെറ്റപ്പിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത്. ഇവിടുന്നാണ് ഒരു ഇത് വന്നിരിക്കുന്നത്.
ഇവിടുന്നാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഞാനത് അവോയ്ഡ് ചെയ്യും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വേറൊരു കാര്യമുള്ളതുകൊണ്ട് അവോയ്ഡ് ചെയ്യും. പിന്നെ ഞാൻ നോക്കും ഇവിടുന്ന് പോയിട്ടുണ്ടോന്നുള്ളത്. ഇവിടുന്ന് പോയിട്ടുണ്ടോന്നുള്ളത്. ഓക്കെ, ഇതൊരു പെർഫെക്റ്റ് സെറ്റപ്പ്. എനിക്ക് ഇതൊരു പെർഫെക്റ്റ് സെറ്റപ്പാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യും? എൻ്റെയാണ് കാര്യമാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഇവിടുന്ന് ഒരു പെൻഡിങ് ഓർഡർ ഇട്ടിട്ട് ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് വെക്കും. എന്തുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്ത് വെക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ? എന്തുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്ത് വെക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ സ്റ്റോപ്പ് ലോസ് അക്സെപ്റ്റബിൾ ആണ്. എവിടെ? എനിക്ക് ഈ പോയിന്റ് വരെ സ്റ്റോപ്പ് ലോസ് അക്സെപ്റ്റബിൾ ആണ്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ട്രേഡ് എടുക്കുന്ന സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്രയും വലിയ സ്റ്റോപ്പ് ലോസ് എനിക്ക് തരാൻ പറ്റില്ല. പറ്റുമോ? പറ്റില്ല. അപ്പോൾ അതാണ് ഞാൻ ആ സമയത്തെ ക്യാൻഡിൽ മൂവ്മെന്റ് ഞാൻ നോക്കുന്നത്. ആ ഏരിയയിലേക്ക് വരുന്ന സമയത്തെ ക്യാൻഡിൽ മൂവ്മെന്റ് നോക്കുന്നത്. ഷെരീഫിന് മനസ്സിലായില്ലേ? ആ സമയത്തെ ക്യാൻഡിൽ മൂവ്മെന്റ് ഞാൻ നോക്കുന്നത് എന്തുകൊണ്ടാണ്? ആ ഒരു കാര്യം കൊണ്ടാണ് ആ സമയത്തെ ക്യാൻഡിൽ മൂവ്മെന്റ് ഞാൻ നോക്കുന്നത്. എന്താ? കേൾക്കണില്ല. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എടുക്കുന്ന ഒരു പാറ്റേൺ നിങ്ങൾക്ക് പറഞ്ഞു തന്നുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് ഞാൻ സ്റ്റോപ്പ് ലോസും വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കും. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ കറക്റ്റ് ആ ഒരു പോയിന്റിൽ വരുമ്പോൾ നിങ്ങൾക്ക് പെൻഡിങ് ഓർഡർ ഇട്ടിട്ട് നിങ്ങൾക്ക് എടുക്കാം. പക്ഷെ അതിന് ഞാൻ എപ്പോഴും താഴ്ത്തിക്കാൻ ശ്രദ്ധിക്കുന്നത്. താഴ്ത്തിക്കുന്ന വെച്ചാൽ സ്റ്റോപ്പ് ലോസിലാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സ്റ്റോപ്പ് ലോസ് അടിക്കാതെ കയറി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് വരും. അപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. പക്ഷെ അത് കൂടുതൽ ടൈറ്റ് ആവും തോറും സ്റ്റോപ്പ് ലോസ് അടിക്കുകയും ചെയ്യും. അത് വേറൊരു കാര്യം. കൂടുതൽ ടൈറ്റ് ആവും തോറും സ്റ്റോപ്പ് ലോസ് അടിക്കുകയും ചെയ്യും. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കൂടുതൽ ടൈറ്റ് ആവുന്ന ഇന്നത്തെ ട്രേഡ് പറഞ്ഞാൽ പക്ക ഓപ്പോസിറ്റ് ആയിരുന്നു. ഇപ്പോൾ ഇന്നലത്തെ ട്രേഡിലൊക്കെ നമ്മൾ കൂടുതൽ സ്റ്റോപ്പ് ലോസ് അടിക്കാതിരിക്കാൻ വേണ്ടി ട്രൈ ചെയ്തപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സ്റ്റോപ്പ് ലോസ് അടിക്കുകയും ചെയ്യും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്റ്റോപ്പ് ലോസിന് മാർക്കറ്റ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്രീ സ്പേസ് വേണം എപ്പോഴും. ആ ഫ്രീ സ്പേസ് എവിടെ കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് അവിടെ വന്നിട്ട് ആ ഫ്രീ സ്പേസിലുള്ള ഓർഡേഴ്സ് മുഴുവൻ എടുത്തിട്ട് മൂവ് ചെയ്യും. ആ ഫ്രീ സ്പേസിൽ എത്രത്തോളം മൂവ് ചെയ്യും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് വേറൊരു കാര്യം. മറ്റുള്ളത് നമുക്ക് പിന്നെ നമുക്ക് പറഞ്ഞ പോലെ തന്നെ ഓർഡർ ബ്ലോക്കുകളും അതുപോലെ തന്നെ സപ്പോർട്ട് റെസിസ്റ്റൻസ് സോണുകൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു ഇതൊക്കെ പ്രെഡിക്റ്റ് ചെയ്തെടുക്കാം. പക്ഷെ ഇതിൻ്റെ മൂവ്മെന്റ് നമുക്ക് എന്താ പറയാൻ പറ്റില്ല. ചില സമയത്തായിരിക്കും ചില ക്യാൻഡലുകൾ പറഞ്ഞ പോലെ ഇങ്ങനെ ക്യാൻഡിൽ വരുന്നുള്ളത് നമുക്ക് ആർക്കെങ്കിലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? നോക്കിയ ഒരു സിംഗിൾ ക്യാൻഡിൽ പറ്റുമോ? ഓക്കെ, അതിന് മുന്നത്തെ ക്യാൻഡിൽ നോക്കിയേ, ഗ്രീൻ ക്യാൻഡിൽ നോക്കിയേ, ഒരു മണിക്കൂറിൻ്റെ ക്യാൻഡിൽ ഇത്ര നിന്നിട്ട് പിന്നത്തെ ക്യാൻഡിൽ നോക്കിയേ, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ ആദ്യത്തെ പ്രെഡിക്ഷൻ ഞാൻ ഈ ഫ്രെയിം കാണുമ്പോൾ ഞാൻ എൻ്റെ ആദ്യത്തെ പ്രഡിക്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? നിങ്ങൾ തന്നെ ഒരു പ്രഡിക്ഷൻ നോക്ക്. എന്തായിരിക്കും? വലിയൊരു റിജക്ഷൻ മുകളിൽ നിന്ന് വന്നു അല്ലേ? ഇതൊരു വലിയ റിജക്ഷൻ അല്ലേ? റിജക്ഷൻ ക്യാൻഡിലല്ലേ? അല്ലേ? വലിയ റിജക്ഷൻ ക്യാൻഡിൽ വന്നു. ഇതൊക്കെ പോട്ടെ. ഇനി പറഞ്ഞ പോലെ ഞാൻ ചെയ്യുന്ന സെറ്റപ്പിൽ പറയാം, നിങ്ങൾ ചെയ്യുന്ന സെറ്റപ്പിൽ. അപ്പോൾ ഞാൻ തിരിച്ചു കൊടുത്തി ഇവിടെ എത്തുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു? ആ ക്യാൻഡിലിൻ്റെ 50% വിക്കിൻ്റെ 50% എടുത്തു. ഏറെക്കുറെ വിക്കിൻ്റെ അടുത്ത് വന്നു, ഒരു റിജക്ഷൻ കണ്ടു. അപ്പോഴും ഞാൻ എന്താ ഈ റിജക്ഷൻ ഒഴിവാക്കിയിട്ട് ഓക്കെ ഇതിലേക്ക് വരുന്ന സമയത്ത് എൻട്രി എടുക്കാം. ഞാൻ എൻട്രി എടുത്തു. എങ്ങോട്ട് എടുക്കുക? താഴ്ത്തിക്കല്ലേ എടുക്കുള്ളൂ ഞാൻ, കാരണം റിജക്ഷൻ എല്ലാം കിട്ടി, നല്ല റിജക്ഷൻ കിട്ടിയില്ലേ ക്യാൻഡിലിൻ്റെ അവിടെ നിന്ന് അല്ലേ? എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ ഇത് ഇത്ര വെച്ചു. ഞാൻ സ്റ്റോപ്പ് ലോസ് ഇത്ര വെച്ചു. 14 വയ്ക്കുമ്പോൾ 28 എന്ന് വെച്ചോളാം. 28 എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ വെച്ചു. 14 വയ്ക്കുമ്പോൾ 28 കിട്ടിയോ? മാർക്കറ്റ് എങ്ങടെ പോയത്? മുകളിലോട്ട്. നമ്മൾ എല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് വെച്ചത് അല്ലേ? കാരണം എന്താ വെച്ചാൽ ഇവിടുന്ന് റിജക്ഷൻ വന്നു, വലിയൊരു ക്യാൻഡിൽ ഇവിടെ വന്നതെന്ന് വെച്ചാൽ നമ്മളെപ്പോഴെന്താ റിജക്ഷൻ വരുന്ന സമയത്ത് നോക്കി താഴത്തേക്ക് വന്നു. ക്യാൻഡിലിന്റെ ബോഡി പോലും താഴത്ത് ഇത്ര വലിയ ബോഡി ഉണ്ട്. അപ്പോൾ നമ്മളെന്താ വിചാരിക്കുക? ഇവിടെ വലിയൊരു ഏരിയ ആണ്. ആ ഏരിയയിൽ നിന്ന് റിജക്ഷൻ വന്നു. അപ്പോൾ ഇനി അതിലേക്ക് തിരിച്ചു വരുമ്പോൾ ധൈര്യമായിട്ട് നമ്മൾ എടുക്കാം. അപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 50% ഇത്രയും വലിയ ക്യാൻഡിലായതുകൊണ്ട് ക്യാൻഡിലെ 50% വെച്ചു. അതിൻ്റെ അടുത്തെത്തിയില്ല, ഒരു റിജക്ഷൻ വന്നു. അപ്പോൾ എന്ത് ചെയ്തു? പിന്നെ ആ ക്യാൻഡിലിൻ്റെ പകുതിക്ക് വെച്ചിട്ട് വീണ്ടും ഒരു ക്യാൻഡിലെ 50% വെച്ചു. അപ്പോൾ എനിക്ക് കിട്ടി. ആ വലിയ ക്യാൻഡിലെ 50% കിട്ടി. ഞാൻ ആ 50% ഓർഡർ ചെയ്തു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയുന്ന സെറ്റപ്പാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ചെയ്തു. ഞാനിപ്പോൾ 1:3 വെച്ചു. 1:3 അല്ലെങ്കിൽ 1:2 വെച്ചു. ഏറ്റവും അടുത്ത് വെച്ചു നമ്മൾ. 1:0.74 കിട്ടിയോ? കിട്ടിയില്ല. നീ പോട്ടെ, ആ വലിയ ക്യാൻഡിൽ പോട്ടെ. നോക്ക്, ഇവിടുന്ന് താഴെ വന്നു, ഇവിടെ 2 ഇത് വന്നു, ടീസർ വന്നു. ടീസർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാണിക്കുന്നതാണെങ്കിൽ താഴത്തേക്ക് വരുന്നതാണ് കാണിക്കുക. നോക്കിയാൽ ആ ക്യാൻഡിൽ അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ 2 ലോ ബ്രേക്ക് ചെയ്തു, ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തു. അപ്പോഴും നമ്മൾ പ്രതീക്ഷ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴത്തേക്കാൻ എന്നാണ്. എന്നിട്ട് നോക്കി ഇവിടെ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. എന്ന് വെച്ചാൽ ഈ ഒരു ഏരിയയിലുള്ളതിൽ ഏറ്റവും ചെറിയ ക്യാൻഡിലാണ് ഇവിടെ അല്ലേ?
അല്ലേ? ഞാൻ എൻട്രി എടുത്തതിന് ശേഷമുള്ള ഏരിയയിലുള്ള ഏറ്റവും ചെറിയ ക്യാൻഡിലാണ് ഇവിടെ. അപ്പോഴും നമ്മൾ എന്താ വിചാരിക്കുക, ഒരു ചെറിയ മൂവ്മെന്റ് വേണമെങ്കിൽ അപ്പ് സൈഡിലേക്ക് പോയിട്ട് താഴേക്ക് ഇറങ്ങുന്ന വിചാരിക്കുക. പക്ഷെ അതെന്താ സംഭവിച്ചത്? ആ പോക്ക് പോയത് നോക്കിയേ, ആ പോക്ക് പോയത് നോക്ക് എങ്ങടെ എത്തിയെന്നുള്ളത്. ആ പോക്ക് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അതിന് ഹേതുവായ നോക്കിയാൽ ക്യാനൽ നോക്കിയാൽ അതിന് തൊട്ട് മുന്നിലുള്ള നമ്മൾ ഈ ക്യാനൽ കണ്ടിട്ട് നമ്മൾ എപ്പോഴെങ്കിലും പ്രതീക്ഷിക്കുമോ? ഇങ്ങനെ ക്യാനൽ വന്നിട്ട് നമ്മൾ പ്രതീക്ഷിക്കുമോ അടുത്ത ക്യാനൽ ഇത്രയും വലുത് വരുന്നുള്ളത്? അപ്പൊ ഞാൻ സ്റ്റോപ്പ് ലോസിന്റെ കാര്യം കൂടി പറഞ്ഞു. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? മാർക്കറ്റിൽ മനസ്സിലായോ നിങ്ങൾക്ക് അത് പറഞ്ഞെന്താന്നുള്ളത്? മനസ്സിലായോ? ചില സ്റ്റോപ്പ് ലോസുകൾ അടിക്ക് തന്നെ വേണം. ഈ സ്റ്റോപ്പ് ലോസ് നമ്മൾ വെച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക? വാഷൗട്ടോ. അപ്പോൾ ചില സ്റ്റോപ്പ് ലോസുകൾ അടിക്ക് തന്നെ വേണം. അത് ഇപ്പൊ നിങ്ങൾക്ക്, എനിക്കറിയില്ല നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് അറിയില്ല. ഞാനത് തുടക്കം മുതൽ നിങ്ങളോട് ആരും ട്രേഡർ ആവില്ല എന്ന് പറഞ്ഞ നെഗറ്റീവ് ഫീലിംഗ് ഞാൻ കുത്തിവെച്ചത് അതുകൊണ്ടാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് എപ്പോഴും നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്നതാണ്. ഈസി ആയിട്ട് ഞാൻ പറയാം, നിങ്ങൾ എപ്പോഴും മാർക്കറ്റ് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നതാണ്. നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റാണ് മാർക്കറ്റ് നിൽക്കുന്നത്. നമ്മൾ പ്രോഫിറ്റിന് വേണ്ടി വരുമ്പോൾ ബിഗ് പ്ലെയേഴ്സ് നമ്മുടെ കയ്യിലുള്ള കാശ് എന്താണ് അടിച്ചു മാറ്റാൻ, അല്ലെങ്കിൽ നമ്മളുള്ള കാശ് കൊണ്ടുപോകാനാണ് നിൽക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നത്. അപ്പോൾ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ കാര്യം എന്താണ്? സ്റ്റോപ്പ് ലോസ് വയ്ക്കുക എന്നുള്ളതാണ്. അല്ലേ? നമുക്ക് ഇത്ര മാർക്കറ്റിന് കൊടുത്താൽ മതി എന്നുള്ള രീതിയിലാണ്. അല്ലേ? അല്ലേ? അതെ. അപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിക്കുന്നതിൻ്റെ വേറെ രണ്ടാമത്തെ ഒരു നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ അതിൻ്റെ ലോജിക്ക് മനസ്സിലാവുന്നുണ്ടോ? സ്റ്റോപ്പ് ലോസ് അടിച്ചാലും അടിക്കട്ടെ എന്നുള്ള രീതിയിലുള്ള ലോജിക്ക് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത് നേരെ ഓപ്പോസിറ്റ്. സ്റ്റോപ്പ് ലോസ് അടിച്ചു എന്ന് പറഞ്ഞു, നേരെ ഓപ്പോസിറ്റ് ആണെങ്കിലോ? ഞാനിപ്പോൾ ഇവിടുന്ന്, കാരണം എനിക്ക് ഇതിന് ഒരു ട്രേഡ് എടുക്കാനുള്ള ഒരു ഇതും കിട്ടുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാനാണെങ്കിൽ ഇപ്പോൾ താഴ്ത്തേക്ക് വയ്ക്കുള്ളൂ. കാരണം എനിക്കെല്ലാം എല്ലാ സൈനും എന്താ മോളിൽ നിന്ന് താഴ്ത്തേക്ക് വരുന്നുള്ളതാണ് എല്ലാ ഇതും വരുന്നത്. എനിക്കൊരു ഇതുമില്ല. പക്ഷെ ഇപ്പൊ ഒന്നും അറിയാത്ത ഒരാൾ ഇവിടെ നിന്ന് വെച്ചു, ഇവിടെ വെച്ചിട്ട് പറഞ്ഞ ഒരു ക്യാനൽ ഇവിടെ വന്നപ്പോൾ ഓക്കെ ഞാൻ ഇവിടെ വെച്ചു, ഒരു ക്യാനൽ കിട്ടി. അപ്പൊ അവന് എത്രത്തോളം കിട്ടി? അത് മാർക്കറ്റിൽ സംഭവിക്കുന്നുണ്ടെന്നേ. ആ പറയാൻ കാരണം എന്താണെന്നറിയോ? എന്ന് വെച്ചാൽ നല്ലൊരു എൻട്രി കിട്ടുകയാണ്, സ്റ്റോപ്പ് ലോസ് നമുക്ക് ഹിറ്റ് ആവാതെ കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാം എന്ന് പറയാനാണ് ഞാനിത് പറഞ്ഞത്. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ. അപ്പൊ ഇന്നത്തെ ക്ലാസ് വെറുതെ ആയോ? സ്റ്റോപ്പ് ലോസ് അടിക്കുന്നതിൽ ഇപ്പൊ വിഷമം ആയി വരുന്ന ആളുകൾക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഒന്ന് കുറയട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ പിന്നെ വേറെ ആൾക്കാർ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടാണ് അനാലിസിസ് ചെയ്യുന്നത്. അല്ലേ? എല്ലാവർക്കും അറിയാം അല്ലേ? അറിഞ്ഞൂടെ? അല്ലേ? ആശിമല്ലേ? അനാലിസിസ് ചെയ്യുന്നത് നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടാണ് അനാലിസിസ് ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് പറയില്ല എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ഇതിൽ ആരും ഇപ്പൊ എനിക്കറിയാം ഇപ്പോഴും ചാർട്ടിൽ പോയിട്ട് വർക്ക് ചെയ്തിട്ട് ബാക്കിൽ പോയി വർക്ക് ചെയ്തിട്ട് പഠിക്കണം എന്നുള്ള സെറ്റപ്പിലേക്ക് ഇപ്പോഴും ആരും എത്തിയിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, പക്ഷെ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ പോയിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് കാര്യങ്ങൾക്ക് എത്തിയിട്ടില്ല. അത് എത്തി തുടങ്ങുമ്പോഴാണ് നിങ്ങൾക്ക് സംശയം വരുള്ളൂ. ഞാൻ ഡെലിവറി ചെയ്യുന്ന വേർഡ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ സംശയം വരില്ല. അത് നിങ്ങളിങ്ങനെ വിശ്വസിച്ചുകൊണ്ടേ ഇരിക്കുള്ളൂ. അപ്പോൾ സംശയം വരണം, പുറകിലേക്ക് വരണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ആകെ ഒരാളെ എനിക്ക് ഇതുവരെ ഒരു ക്ലിയർ ആയിട്ട് ഇട്ടിരിക്കുന്ന ഒരാൾ തോന്നുന്നു, എനിക്ക് തോന്നുന്നു ആഷിഫ്. പിന്നെ മിഗ്ദാദ് അങ്ങോട്ട് 2-3 തവണ കണ്ടിട്ട് ഞാൻ കണ്ടു, പിന്നെ ആരും ഇട്ടത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ സംശയം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം, നിങ്ങൾക്ക് ഇങ്ങനെ സംശയം വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ നിങ്ങൾ പുറകിലോട്ട് പോകുമ്പോൾ അപ്പോൾ ഞാൻ പറയും ഇതാണ് റീസൺ, ഇത് ഞാൻ ഇവിടുന്ന് എടുക്കാനുള്ള റീസൺ അതാണ്. നിങ്ങളുടെ മുന്നിൽ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടാണ് അനാലിസിസ് ചെയ്യുന്നത്, നിങ്ങളുടെ കാര്യങ്ങൾ ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എനിക്ക് അനാലിസിസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം. നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് അതെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും ഇല്ലേ? മനസ്സിലായില്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ? അനാലിസിസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് മനസ്സിലായിട്ടുണ്ടാവും. കാരണം നിങ്ങൾ മുന്നിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്, നിങ്ങളെല്ലാവരും കാണുന്നതാണ്. പിന്നെ ഈ സ്റ്റോപ്പ് ലോസ് അടിക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ബ്ലൈൻഡ്ലി എടുത്തോണ്ടല്ല. ഒരു ട്രേഡ് പോലും ബ്ലൈൻഡ്ലി എടുത്തിട്ടില്ല. ഇവിടെ എടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും ട്രേഡ് എടുത്തിട്ടുണ്ടോ? ബ്ലൈൻഡ്ലി എടുത്തിട്ടുണ്ടോ? അപ്പൊ എല്ലാത്തിലും കയറിയ ഒരാൾ ഇല്ല. ബാസിൽ കയറിയെന്ന് തോന്നുന്നു. ബാസിൽ ഒരു ട്രേഡിലും ബ്ലൈൻഡ്ലി എടുത്തിട്ടുണ്ടോ? ഞാൻ ഇല്ലല്ലോ. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മുടെ അനാലിസിസ് തെറ്റുന്നത് മാത്രമല്ല, മാർക്കറ്റും കൂടി ഓപ്പോസിറ്റ് ആയിരുന്നു ആ സമയത്ത്. അപ്പൊ അതും കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ക്ലാസ് വെച്ചത് ആക്ച്വലി. ഓക്കെ, എല്ലാവർക്കും സാറ്റിസ്ഫൈഡ് ആയി എന്ന് തോന്നുന്നു. സാറ്റിസ്ഫൈഡ് ആയില്ലെങ്കിലും മനസ്സിലായി എന്ന് തോന്നണം, കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലായി എന്ന് തോന്നണം. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചും കൂടി ശ്രദ്ധിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ടൈമും കൂടി കുറച്ച് പഠനം വരണം, കുറച്ചുകൂടി പഠനം വരണം. അപ്പോൾ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കൊക്കെ ഏകദേശം കാര്യങ്ങൾ അന്ന് വരച്ചത് അതിൽ ഞാൻ പറഞ്ഞതൊക്കെ തിയററ്റിക്കലായിട്ട് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ പ്രാക്ടിക്കൽ വേർഷനാണ് ഇപ്പോൾ സംഭവിക്കുന്നതെല്ലാം. കാരണം നമുക്ക്
നമ്മൾ എൻട്രി എടുക്കുന്ന കാര്യങ്ങൾ, സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ അന്ന് നിങ്ങൾക്ക് തിയററ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ വരച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്കത് എന്താണ്ടാവുക, കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നു, കുറേ കാര്യങ്ങൾ മനസ്സിലാവുന്നു. അപ്പോൾ ഞാനതാണ് നിങ്ങളോട് ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ചോദിക്കുന്നത്, അനാലിസിസ് ചെയ്യണോ. അറ്റ്ലീസ്റ്റ് നിങ്ങൾ സപ്പോർട്ടും റെസിസ്റ്റൻസ് വരച്ചിട്ടിട്ട് ഇവിടെ ഒരു ഇതുണ്ടല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കും. മനസ്സിലായോ? അല്ലെങ്കിൽ ഒരു ട്രെൻഡ് ലൈൻ വരച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ട്രെൻഡ് ലൈൻ കിട്ടില്ലോ, നമുക്ക് അവിടെ ട്രേഡ് ഉണ്ടോ എന്ന് നോക്കി കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ പറയും, ഞാൻ അതിനനുസരിച്ചുള്ള അനാലിസിസ് ചെയ്യും. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരും. മനസ്സിലായോ? എല്ലാവരോടും കൂടി പറയുന്നത് മനസ്സിലായോ? അപ്പോൾ ഞാനിങ്ങനെ ചെയ്യുന്നത് നോക്കി നിൽക്കാതെ നിങ്ങളുടെ സൈഡിൽ നിന്നും കൂടിയിട്ടുള്ള എന്താണ്ടാവുക, ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിലുള്ള ഹാർഡ് വർക്ക് ഉണ്ടാവുക കേട്ടോ. അപ്പം ഇനി അവസാനിപ്പിക്കല്ലേ, വല്ലതും പറയണ്ടോ? അറിയാത്തൊരു സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ എടുത്ത ട്രേഡിന്റെ ഡീറ്റെയിൽ നോക്കിയിട്ട് എത്ര പിപ്സ് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര പിപ്പ് ലോസ് ഉണ്ട് എന്നുള്ള കവർ ചെയ്യാത്തൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം ഞാനത് ഈ ആഴ്ച ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ വെച്ചിരുന്നത്. പക്ഷെ ഇനിയിപ്പോൾ എന്തായാലും അടുത്ത ആഴ്ചക്ക് വെക്കാലോ. അത് നമുക്ക് എല്ലാ ആഴ്ചയും ഇങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഈ ആഴ്ച ഞാനിപ്പോൾ കുറച്ച് സംസാരിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അടുത്ത ആഴ്ച നമ്മൾ പറയുമ്പോൾ ഇത്തിരി കൂടി കുറച്ചുകൂടി ടെക്നിക്കലായിട്ട് പറഞ്ഞാൽ ഫിഗറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാം അല്ലേ? പ്രശ്നമുണ്ടോ? ആർക്കെങ്കിലും ബോർഡടിക്കോ അങ്ങനെ? അല്ല, ഈ വീക്കിലി അനലൈസ് എന്ന് പറയുന്നത് ട്രേഡിന്റെ ഒരു ഭാഗം തന്നെയാണല്ലോ. ട്രേഡിന്റെ ഭാഗമാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ട്രേഡിംഗ് പഠിക്കണം എന്നുണ്ടെങ്കിൽ വെറുതെ എൻട്രി എക്സിറ്റ് എടുക്കലൊന്നുമല്ല. ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്കതിൽ കുറേ കാര്യങ്ങൾ 80% സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. ആ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ കറക്റ്റ് ചെയ്ത് പോരാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. കറക്റ്റ് ചെയ്ത് പോരാനാണ് ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ കോൺഫിഡൻ്റ് ഉണ്ടാവും. ആദ്യത്തെ ക്ലാസ്സിലിരുന്ന കോൺഫിഡൻ്റ് ആണോ ഇപ്പോൾ നിങ്ങൾക്കുള്ളത്? ആരെങ്കിലും ആൾ പറഞ്ഞേ, ഇപ്പോൾ ലോസ് ആയിട്ട് പോലും ആദ്യത്തെ ക്ലാസ്സിലിരുന്ന കോൺഫിഡൻ്റ് ആണോ? എന്നോട് ഞാൻ പറഞ്ഞതിന് ശരിവെക്കാൻ വേണ്ടി പറയണ്ട. നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നത് എന്താണ്? ഫസ്റ്റ് ക്ലാസ്സിലുള്ള കോൺഫിഡൻ്റ് ആണോ ഇപ്പോൾ ഉള്ളത്? അല്ലല്ല, ഒരുപാട് മാറ്റമുണ്ട് അല്ലേ? ഇനി അടുത്ത ആള് വാസിൽ, മിഗ്ദാദ്, കോൺഫിഡന്റ് എല്ലാം ഉണ്ട്. ആദ്യത്തെ ക്ലാസ്സിലിരുന്ന കോൺഫിഡൻ്റ് ആണോ ഇപ്പോൾ എന്നുള്ളത്? അതിന് കുറവ് വന്നിട്ടുണ്ടോ അതോ കൂടുതൽ വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ആദ്യം ഉണ്ടായിരുന്ന ഒരു കോൺഫിഡൻറ്റിന്റെ ലെവലൊന്നല്ല, ഒരു നാച്ചുറൽ മാറിയില്ലേ? മാറിയില്ലേ? ആദ്യം ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് ട്രേഡ് എടുക്കുക, പ്രോഫിറ്റ് ഉണ്ടാക്കുക, അതിനുള്ള കോൺഫിഡൻ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഞാനൊരു ട്രേഡർ ആവും എന്നുള്ളതായിരുന്നു. പക്ഷെ നിങ്ങളിപ്പോൾ ഈ ഒരു സമയത്ത് ഈ ക്ലാസ്സിൽ എത്തി നിൽക്കുന്ന സമയത്തായപ്പോൾ നിങ്ങൾ അതിന്റെ നാച്ചുറൊക്കെ മാറി ഇല്ലേ? കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി പക്വത വന്ന രീതിയിലൊക്കെ ആയി മാറി ഇല്ലേ? ഇല്ലേ? വാസൽ മാറിയില്ലേ? അപ്പൊ ഈ പറഞ്ഞ ഈ പക്വത തന്നെയാണ് പറഞ്ഞത്. ഇത് നമുക്ക് പതുക്കെ കൂട്ടിയെടുക്കലാണ് ഈ ട്രേഡിങ്ങിന്റെ അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, എന്തെങ്കിലും പറയാനുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും പറയണ്ടോ? ഇനി വല്ലതും പറയാനുണ്ടോ? 2 മണിക്കൂറായി. വല്ലതും പറയാനുണ്ടോ? വല്ലതും പറയണ്ടോ? ഇല്ല ഒന്നുമില്ല. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ആയിരുന്നോ? ഐ മീൻ നിങ്ങൾക്ക് വർക്ക്ഫുൾ ആയിരുന്നോ അതോ സമയമൊക്കെ ആയിരുന്നോ? കുഴപ്പമില്ല. ഓക്കെ, എന്നാൽ അപ്പോൾ തിങ്കളാഴ്ചയൊക്കെ ഞാൻ ഇടാം, നോക്കാം. പറ്റുന്ന ആളുകൾ കയറിയാൽ മതി. അല്ലാത്തൊരു പറഞ്ഞ ക്രിസ്മസ് ആഘോഷം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പോകുന്ന ആൾക്കാർ ആയിക്കോട്ടെ. അല്ലേ? ഓക്കെ എന്നാൽ, ശരി എന്നാൽ. ഓക്കെ, ഗുഡ് നൈറ്റ്.